Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ നമ്മൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ 13ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ഗ്രൂപ്പ് ഓഡിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ 13ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് വെച്ചാൽ ഒന്ന് റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ്, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഓഡിറ്റ് കൺസൾട്ടേഷൻ ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഓഡിറ്റ് ഇൻ ദ കൺസോളിഡേഷൻ പ്രോസസ്, സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ കൺസോൾട്ടേഷൻ, മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ദെൻ റിപ്പോർട്ടിംഗ് ഇൻ CFS. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓഡിറ്റ് നമ്മുടെ ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ള കവർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇന്ന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് നോക്കാം, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഗ്രൂപ്പ് വെച്ചാൽ പാരൻറ്റ് പ്ലസ് സബ്സിഡറി ആസ് എ സിംഗിൾ എൻറ്റിറ്റി. അപ്പോൾ എന്താണ് നമുക്കറിയാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ പാരൻറ്റ് പ്ലസ് സബ്സിഡറി എന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു സിംഗിൾ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണോ കാണിക്കുക അതേമാതിരി കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി. ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റീൻ്റെ മാത്രം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് ദ എൻറ്റിറ്റീസ് അതിനെന്താണ് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കാണിക്കുന്നതിന് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയാം, നമ്മൾ കൺസോളിഡേറ്റഡ് എന്ന് പറയാം. ദ ഫിനാൻഷ്യൽസ് ഓഫ് ഓൾ 3 കമ്പനീസ് ആർ കമ്പൈൻഡ് ടു ഫോം കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഇൻ കൺസോൾട്ടേഷൻ. ഇപ്പോൾ കൺസോൾട്ടേഷനിലുള്ള റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് റോൾ ഓഫ് പാരൻറ്റ് കമ്പനി. പാരൻറ്റ് കമ്പനി ആരാണെന്ന് അറിയാമല്ലോ. പാരൻറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടാവും, അവർ മറ്റൊരു കമ്പനീൻ്റെ എന്താണ് ഒരു മോർ ദാൻ 50% ഷെയർ അല്ലെങ്കിൽ സ്റ്റേക്ക് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ കമ്പനീനെയാണ് നമ്മളെന്ത് പറയുക, പാരൻറ്റ് കമ്പനി എന്ന് പറയുക. ഏത് കമ്പനീൻ്റെ സ്റ്റേക്കോ അല്ലെങ്കിൽ ഷെയർ ആണോ ഈ പാരൻറ്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയുക. അത് നമുക്കറിയാം, അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞത് മാത്രം. സോ ദ പാരൻറ്റ് കമ്പനി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവരുടെ സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, പാരൻറ്റ് കമ്പനിക്ക് അവരുടെ തന്നെയാണ്. ആൻഡ് ഇറ്റ് മസ്റ്റ് കളക്ട് ആൻഡ് കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം ഓൾ സബ്സിഡറീസ്. അതിന് പുറമെ അവരുടെ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് പുറമെ അവരൊന്നും ചെയ്യണം, എല്ലാ സബ്സിഡറീസിൻ്റെയും ഫിനാൻഷ്യൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവർ കൺസോളിഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ് പ്രിപ്പയർസ് ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ കൺസോളിഡേഷൻ. സോ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് വൺസ് സച്ച് ആസ് ഗുഡ്വിൽ കാൽക്കുലേഷൻ. അതൊക്കെ എന്താണ്, അത് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണല്ലോ, ഒന്ന് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒന്ന് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റ് ടു ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, അതാണെന്ത് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈക്ക് ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ്. ദെൻ റോൾ ഓഫ് പ്രിൻസിപ്പൽ ഓഡിറ്റർ. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്ററിൻ്റെ റോൾ എന്താണ് ഒരു കൺസോൾട്ടേഷനിൽ? ഫസ്റ്റ് എന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുക, എന്ത് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ കമ്പനി. എല്ലാ കമ്പനീൻ്റെയും സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, എൻഷുർ ചെയ്യുക, എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഓൾ സബ്സിഡറീസ് ആർ കറക്റ്റ്ലി ഇൻക്ലൂഡ്. അപ്പോൾ എല്ലാ സബ്സിഡറീസിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റായ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. ആൻഡ് തേർഡ് വൺ, വെരിഫൈ ചെയ്യുക, എന്ത് വെദർ ദ ഫിനാൻഷ്യൽസ് ആർ
കൺസോളിഡേറ്റഡ് ആസ് പെർ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ ഫിനാൻഷ്യൽസ് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യുക. അപ്പോൾ 3 റോളാണ് എന്ത് പ്രിൻസിപ്പൽ ഓഡിറ്റിനുള്ളത്. ഒന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുക, രണ്ടാമത്തത് എൻഷുർ ചെയ്യുക, ആൻഡ് മൂന്നാമത്തത് വെരിഫൈ ചെയ്യുക. Then coordination between auditors. The subsidiary auditor audit their respective companies and provide report. അപ്പം എന്താണ് സബ്സിഡറി ഓഡിറ്റർ എന്ത് ചെയ്യുക, അവരുടെ റെസ്പെക്റ്റീവ് ഏത് കമ്പനി, അപ്പോൾ അവർക്ക് ഏത് കമ്പനീസാണോ ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തുള്ളൂ എന്ന് വെച്ചാൽ ഇതൊരു ഇത് പ്രിൻസിപ്പളാണ്, ഇത് രണ്ടും സബ്സിഡറി ആണെന്ന് വെക്കുക. അപ്പോൾ ഈ സബ്സിഡറി ഓഡിറ്റർ എന്ത് ചെയ്യും, ആ ഒരു കമ്പനി, ഈ ഒരു കമ്പനി മാത്രം അവർ ഓഡിറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യും. പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന് വെച്ചാൽ ഈ പാരൻ്റ് ഓഡിറ്റ് എന്ന ആൾ റിവ്യൂസ് ദീസ് റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് സബ്സിഡറിൻ്റെ ഓഡിറ്റർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ട് അയാൾ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്തിട്ട് ആൻഡ് പ്രിപ്പയർ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടൊക്കെ റിവ്യൂ ചെയ്തതിന് ശേഷം എന്താണ് ഈ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്താണ് ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ തമ്മിലുള്ള കോർഡിനേഷൻ. എന്താണ് സബ്സിഡറിൻ്റെ ഓഡിറ്റേഴ്സ് എന്താണ് അവരുടെ കമ്പനീസ് വെരിഫൈ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ആ റിപ്പോർട്ടും കാര്യങ്ങളും വെരിഫൈ ചെയ്തിട്ട് എന്താണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ട് പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്. Consolidated financial statement must be prepared in the same format as a parent company standalone financial statement. അപ്പോൾ സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് എങ്ങനെയാണോ ആ സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ എന്തും പ്രിപ്പയർ ചെയ്യുക, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യുക. ദ ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ഷെഡ്യൂൾ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 ആണെന്ത് ഈ ഒരു ഫോർമാറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉണ്ടാവുക? ഓക്കെ, എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവുക അത് നമുക്കറിയാം. ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, P&L ഉണ്ടാവും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ഉണ്ടാവും, ആൻഡ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ 5 സാധാ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക, കമ്പോണൻസ് ആണ് ഉണ്ടാവുക, അതേ കമ്പോണൻസ് തന്നെയാണ് എന്തുണ്ടാവുക കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവുക. ഇത് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കും, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കും, ഇത് ക്യാഷ് ഫ്ലോ കാണിക്കും, ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം മതി, ആൻഡ് അഡീഷണൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. Then audit of consolidated financial statement. A company may be required to have its consolidated financial statement audited under law or regulation. ഇപ്പോൾ നിയമപ്രകാരം വേണം എന്ത് ചെയ്യാൻ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ. In some case, the same auditor who audits the standalone financial must also audit the consolidated financials. അപ്പോൾ എന്താണ് ഒരു പാരൻറ്റിൻ്റെ സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽസ് ആരാണോ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് അതേ സെയിം ഓഡിറ്റേഴ്സ് തന്നെ ചില കേസുകളിൽ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽസും ഓഡിറ്റ് ചെയ്യും. Guidance on consolidation and audit. So first, group audits. The guidance note on audit of consolidated financial statement provides detailed audit procedures for consolidation. അപ്പോൾ എന്താണ് ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള ഗൈഡൻസ് നോട്ടിൽ എന്താണുള്ളത് വെച്ചാൽ ആ ഒരു കൺസോളിഡേഷൻ്റെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then accounting standards for consolidation. AS 21 consolidated financial statement prescribe principles for consolidation. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് AS 21 ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ IND-AS 110 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ആണെങ്കിൽ IND-AS എത്രയാണ് 110 ആണ്. പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ IFRS കംപ്ലയൻറ്റ് കമ്പനീസ്. അപ്പോൾ IFRS കംപ്ലയൻറ്റ് കമ്പനീസിന് എന്താണ് നമ്മൾ IND-AS ആണ് ഫോളോ ചെയ്യുക. സോ അവരെന്ത് ചെയ്യും, അവർ IND-AS 110 ഫോളോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഗൈഡൻസ് നോട്ടിൽ എന്താണ് പറയുന്നത്, ഗൈഡൻസ് നോട്ടിൽ എന്ന് വെച്ചാൽ എന്ത് ഗ്രൂപ്പ് ഈ കൺസോൾട്ടേഷൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഗൈഡൻസ് ആണ് ഗൈഡൻസ് നോട്ട് ഇരുന്നത്. ദെൻ എക്സാമ്പിൾസ് ഓഫ് കൺസോൾട്ടേഷൻ. ഇഫ് M&O ലിമിറ്റഡ്
കൺസോൾട്ടേഷൻ എക്സാമ്പിളാണ് ഇഫ് MNO ലിമിറ്റഡ് ഓൺസ് 80% ഓഫ് ABC ലിമിറ്റഡ്. അപ്പോൾ ABC ലിമിറ്റഡിൻ്റെ 80% ആണ് MNO ലിമിറ്റഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് 60% ഓഫ് XYZ ലിമിറ്റഡ്. അപ്പോൾ ABC ലിമിറ്റഡിൻ്റെ 80%ഉം XYZ ലിമിറ്റഡിൻ്റെ 60% ആയത് MNO ലിമിറ്റഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഫിനാൻഷ്യൽസ് ആർ കമ്പൈൻഡ് ഇൻ പ്രപ്പോർഷൻ ടു ഓണർഷിപ്പ്. അപ്പോൾ ഓണർഷിപ്പിൻ്റെ പ്രപ്പോർഷൻ എന്ത് ചെയ്യണം? ഇവരുടെ ഫിനാൻഷ്യൽസ് കമ്പൈൻ ചെയ്യണം. ഇനി ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻ, എന്തെങ്കിലും ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് MNO സെല്ലിംഗ് ഗുഡ്സ് ടു ABC അങ്ങനെ ഉണ്ടെങ്കിൽ റിമൂവ്ഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽസ്. അതെന്താണ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽസ് നിന്നും റിമൂവ് ചെയ്യും. ലീഗൽ റിക്വയർമെൻറ്റ് ഫോർ കൺസോൾട്ടേഷൻ. അപ്പോൾ കൺസോൾട്ടേഷന് വേണ്ട ലീഗൽ റിക്വയർമെൻറ്റ് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 129 സബ്സെക്ഷൻ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, എ കമ്പനി വിത്ത് 1 or more subsidiaries ഇൻക്ലൂഡിംഗ് അസോസിയേറ്റ് കമ്പനി ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് മസ്റ്റ് പ്രിപ്പയർ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ സെയിം ഫോർമാറ്റ് ആസ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഏത് ലീഗൽ റിക്വയർമെൻ്റ് ആണ് പറഞ്ഞത് കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ളത്? കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 129 സബ്സെക്ഷൻ 3 ആണ് പറഞ്ഞത്. ഏത് സെക്ഷൻ? സെക്ഷൻ 129 സബ്സെക്ഷൻ 3 ആണെന്ത് കൺസോൾട്ടേഷന് വേണ്ടിയുള്ള ലീഗൽ റിക്വയർമെൻറ്റ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എ കമ്പനി വിത്ത് 1 or more സബ്സിഡറി, ഒന്നോ അതിലധികമോ സബ്സിഡറിയുള്ളൊരു കമ്പനി ഇൻക്ലൂഡിംഗ് അസോസിയേറ്റ് കമ്പനി ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ത് ചെയ്യണം? മസ്റ്റ് പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു CFS എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. ഏത് ഫോർമാറ്റിൽ? ഇൻ ദ സെയിം ഫോർമാറ്റ് ആസ് ഇറ്റ്സ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ആസ് പെർ സെക്ഷൻ 129 സബ്സെക്ഷൻ 4, ദ സെയിം റൂൾ ദാറ്റ് apply to the preparation, adoption and audit of the holding company's standalone financial statement also apply to its consolidated financial statement. അപ്പോൾ എന്താണ്? സെക്ഷൻ 129 സബ്സെക്ഷൻ 4 ആണ് എന്ത് പറഞ്ഞത്? ഈ പറഞ്ഞിട്ടുള്ള CFSഉം അതേമാതിരി തന്നെ സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എന്ത് ചെയ്യാൻ? ഓഡിറ്റ് ചെയ്യാനുള്ള റൂൾ പറയുന്നത്. സോ ദ സെയിം റൂൾ ദാറ്റ് അപ്ലൈസ് ടു ദ പ്രിപ്പറേഷൻ, അഡോപ്ഷൻ ആൻഡ് ഓഡിറ്റ് ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഹോൾഡിംഗ് കമ്പനീൻ്റെ സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞത്, അത് പ്രിപ്പയർ ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും പറഞ്ഞ സെയിം 129 സെക്ഷൻ 4 എന്താണ്? അത് ഏതിനും അപ്ലൈ ആവുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ അപ്ലൈ ടു ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതെന്താണ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അത് അപ്ലൈ ആവുന്നുണ്ട്. ദെൻ ബോർഡ് അപ്രൂവൽ ആൻഡ് AGM പ്രസൻറ്റേഷൻ. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് അപ്രൂവ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യണം ബിഫോർ സൈനിങ് ദം, സൈൻ ചെയ്യുന്നതിന് മുമ്പ്. The CFS must be presented at the company's annual general meeting along with the standalone financial statement. അപ്പോൾ എന്താണ്? AGMൽ സ്റ്റാൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി പ്രസൻറ്റ് ചെയ്യണം? CFSഉം പ്രസൻറ്റ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സബ്സിഡറി ഫിനാൻഷ്യൽ ഫോം AOC1. അപ്പോൾ എ കമ്പനി മസ്റ്റ് അറ്റാച്ച് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം AOC1 വിത്ത് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് കീ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ഓഫ് ഇറ്റ് സബ്സിഡറി. അപ്പോൾ എന്താണ്? നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ FSൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി പ്രിപ്പയർ ചെയ്യണം? ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഏത് ഫോമിൽ? ഫോം AOC1 ഫോമിൽ നമ്മൾ എന്താണ്? ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ AOC1 എന്താണ് ഇതാക്കുന്നത്? അതിലെന്ത് കണ്ടൻ്റ് ഉള്ളത്? ഇറ്റ് ഹോൾഡ് ദ കണ്ടൻറ്റ് ഓഫ് എ കീ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ഓഫ് ഇറ്റ് സബ്സിഡറി. നമ്മളുടെ സബ്സിഡറിൻ്റെ കീ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ആണ് ഈ AOC1 ഫോമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടൻറ്റുകൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മളൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി അറ്റാച്ച് ചെയ്യണം. Rules for consolidation. As per Companies Rule 2014, consolidation must follow. അപ്പോൾ കമ്പനീസ് അക്കൗണ്ട്സ് റൂൾ 2014 പ്രകാരം കൺസോളിഡേഷൻ എന്ത് ഫോളോ ചെയ്യണം? ഷെഡ്യൂൾ 3 പ്രകാരമായിരിക്കണം. ആൻഡ് അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS ഓർ ഇൻഡേസ് അല്ലെങ്കിൽ AS എന്താണ്? അതും എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3യും അതേമാതിരി തന്നെ അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS ഓർ ഇൻഡേസ് അത് രണ്ടും ഫോളോ ചെയ്യണം. If a company is not required to prepare consolidated financial statement under the accounting standard, it must
സ്റ്റിൽ കംപ്ലൈ വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് ഷെഡ്യൂൾ 3. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമല്ല ഒരു CFS ഉണ്ടാക്കേണ്ടതെങ്കിൽ പക്ഷേ അപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഷെഡ്യൂൾ 3 ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാറ്റ് ഷെഡ്യൂൾ 3 പോലെ തന്നെ ആയിരിക്കണം. ദെൻ എക്സംഷൻസ് ഫ്രം പ്രിപ്പയറിങ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു CFS ഉണ്ടാക്കണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? എ കമ്പനി ഡസ് നോട്ട് നീഡ് ടു പ്രിപ്പയർ CFS ഇഫ് ഇറ്റ് മീറ്റ്സ് ഓൾ 3 കണ്ടീഷൻസ് വരും. അപ്പോൾ താഴെ പറഞ്ഞ 3 കണ്ടീഷൻസ് എന്താണ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CFS പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വൺ, wholly owned or partially owned subsidiary if all other members including not voting members agree in writing not to require CFS. അപ്പോൾ എന്താണ്, നമ്മളൊരു ഹോളി ഓൺഡ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പാർഷ്യലി ഓൺഡ് സബ്സിഡറിയാണ്. നമ്മൾ മൊത്തം നമുക്ക് 2 സബ്സിഡറീസ് ഉണ്ട്. ഒന്നിൻ്റെ 100% ഷെയർ അല്ലെങ്കിൽ സ്റ്റേക്ക് നമ്മളാണ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതിൻ്റെ 60% ഷെയർ സ്റ്റേക്ക് നമ്മളാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കമ്പനീസും ഈ 2 സബ്സിഡറീസും എന്ത് പറയാണ്, അതിലെ ഇഫ് ഓൾ ദ മെമ്പേഴ്സ്, അതിലെല്ലാ മെമ്പേഴ്സും ഇൻക്ലൂഡിങ് നോൺ വോട്ടിംഗ് മെമ്പേഴ്സ്. അപ്പോൾ ഈ 2 കമ്പനീൻ്റെയും എല്ലാ മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് നോൺ വോട്ടിംഗ് മെമ്പേഴ്സും എന്ത് പറയാണ്, ഇൻ റൈറ്റിംഗ് എഴുതിയിട്ട് പറയുകയാണെന്ത് CFS വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CFS ഉണ്ടാക്കണ്ട. ഇതാണ് ഫസ്റ്റ് റൂൾ. ഓക്കെ. ദെൻ അതിനുശേഷം അൺലിസ്റ്റഡ് കമ്പനി ഇഫ് എ സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ് ഓർ ഇൻ ദ പ്രോസസ് ഓഫ് ബീങ് ലിസ്റ്റഡ് ഇൻ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ രണ്ടാമത് എന്തുകൂടി ആവണം, ഒരു അൺലിസ്റ്റഡ് കമ്പനിയും കൂടി ആവണം. സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ഒരു ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ അബ്രോഡുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിലോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ കണ്ടീഷനും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 കണ്ടീഷനായി. ഒന്ന് എന്താണ്, ഇവർ എഴുതി തന്ന് CFS ഉണ്ടാക്കണ്ട. അതിന് പുറമെ എന്തുവാണ്, അത് ലിസ്റ്റഡ് കമ്പനിയല്ല. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എന്തായാലും CFS ഉണ്ടാക്കണം. അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ, അൾട്ടിമേറ്റ് ഓർ ഇൻറ്റൻഷണൽ ഹോൾഡിംഗ് കമ്പനി ഫയൽ CFS ഇഫ് അനദർ ഹോൾഡിംഗ് കമ്പനി ഓൾറെഡി ഫയൽ CFS വിത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഫോളോയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പം മറ്റൊരു ഹോൾഡിംഗ് കമ്പനി എന്താണ്, CFS ഓൾറെഡി ഫയൽ ചെയ്തു. ലൈക്ക് അൾട്ടിമേറ്റ് ഓർ ഇൻ്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി അവരെന്ത് ചെയ്തു, CFS ഫയൽ ചെയ്തു. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ മൂന്നാമത്തെ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ഡോണ്ട് നീഡ് ടു പ്രിപ്പയർ CFS. ഓക്കെ. അപ്പോൾ 3 കണ്ടീഷൻ എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് നോൺ വോട്ടിംഗ് മെമ്പേഴ്സ് എന്നാണ് എഴുതി തന്നു. രണ്ടാമത്തെന്താണ് നോൺ ലിസ്റ്റഡ് ആണ്, അൺലിസ്റ്റഡ് കമ്പനിയാണ്. മൂന്നാമത്തെ വെച്ചാൽ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്താണ് CFS ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CFS പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. Then government exemptions. As per section 129 subsection 3, the central government may exempt certain companies from preparing CFS. അപ്പോൾ CFS പ്രിപ്പയർ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻസ് കൊടുക്കാൻ പറ്റും അക്കോർഡിംഗ് ടു സെക്ഷൻ 129 subsection 6. എക്സംഷൻസ് ക്യാൻ ബി ഗ്രാൻഡഡ് ബൈ നോട്ടിഫിക്കേഷനിലൂടെയാണ് എക്സംഷൻസ് ഗ്രാൻഡ് ചെയ്യുക. എക്സംഷൻസ് മേ ബി അൺകണ്ടീഷണൽ ഓർ സബ്ജക്ട് ടു കണ്ടീഷൻ. ഒന്നുകിൽ അൺകണ്ടീഷണലാവാം അല്ലെങ്കിൽ എന്താണ് കണ്ടീഷനിലാവാം. ഒരു കണ്ടീഷൻ ഫോളോ ചെയ്താൽ ഈ CFS പ്രിപ്പയർ ചെയ്യേണ്ട എന്നാവാം. അല്ലെങ്കിൽ എന്താണ് ഒരു കണ്ടീഷൻ ഇല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് എക്സംഷൻസ് ചെയ്യാൻ പറ്റും, നോട്ടിഫൈ ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു സെക്ഷൻ 129 subsection 6. കമ്പനീസ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദിസ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ എന്ത് ചെയ്യണം, കമ്പനി മസ്റ്റ് കംപ്ലൈ വിത്ത് ദ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ടു എൻഷുർ ട്രാൻസ്പെറൻസി ഫോർ സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CFS പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. കമ്പനീസ് നെവർ പ്രിപ്പയർ CFS ബിഫോർ മസ്റ്റ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ദം. അപ്പോൾ CFS പ്രിപ്പയർ ചെയ്യാത്ത കമ്പനീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. മസ്റ്റ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ദം. ദെൻ സ്പെഷ്യൽ കേസ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീസ്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. അപ്പോൾ എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി? An investment entity is a company that collect fund from investors to provide investment management service. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന കമ്പനീനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയാം. ഇൻവെസ്റ്റ് ഫണ്ട് ഓൺലി ഫോർ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം. അപ്പോൾ എന്താണ്, നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഒന്നുകിൽ ക്യാപിറ്റൽ അപ്രിസിയേഷന് വേണ്ടിയിട്ട്, നമ്മൾ ഇട്ട ക്യാപിറ്റലിൻ്റെ ഒരു വാല്യൂ കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഇൻകം, ഇൻട്രസ്റ്റോ അങ്ങനെ ഡിവിഡൻഡോ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആര്? ഇൻവെസ്റ്റേഴ്സ്. മെഷേഴ്സ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഫെയർ വാല്യൂ. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഫെയർ വാല്യൂയിലുമാണ് എന്ത് ചെയ്യുക, മെഷറും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി എന്താണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഫണ്ട് കളക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസ്? ഒന്നുകിൽ ക്യാപിറ്റൽ അപ്രിസിയേഷനോ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമോ എന്ത് ചെയ്യുക, കൊടുക്കുക, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക. അതേമാതിരി തന്നെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും എന്താണ്, ഫെയർ വാല്യൂലാണ് മെഷർ ചെയ്യുന്നത്. ദെൻ എക്സംഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീസ്. As per Ind AS 110, paragraph 31, an investment entity does not need to present CFS if it values subsidiary at fair value through profit or loss. അപ്പോൾ എന്താണ്, Ind AS 110 paragraph 31 പ്രകാരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CFS പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ അവരുടെ സബ്സിഡറീസിൻ്റെ വാല്യൂ എന്താണ്, ഫെയർ വാല്യൂ ത്രൂ P&L, പ്രോഫിറ്റ് ഓർ ലോസ് പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, നമ്മൾ Ind AS 109 നമ്മളെന്ത് ഈ ഒരു സാധനം പഠിക്കുന്നുണ്ട്, ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫെയർ വാല്യൂ ത്രൂ പ്രോഫിറ്റ് ഓർ ലോസ്, എങ്ങനെയാണത് വാല്യൂ ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ അത് പ്രകാരം ഈ ഒരു മെത്തേഡ് എന്താണ്, ഇതിലെ മെത്തേഡ് ഈ 110 ഫോളോ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ആ മെത്തേഡ് പ്രകാരം നമ്മൾ സബ്സിഡിനെ വാല്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CFS ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. However, as per Ind AS 110 paragraph 33, if an investment entity has a parent company that is not an investment entity, then the parent must consolidate all subsidiaries. അപ്പോൾ എന്താണ്, ഒരു പാരൻറ്റ് കമ്പനി ഉണ്ട്, അതിന് എന്താണ് 2 സബ്സിഡറി ഉണ്ട്, അപ്പോൾ ഇതിന് വേറെയും 3 സബ്സിഡറീസ് ഉണ്ട് എന്ന് വെക്കുക. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. അപ്പോൾ ഇതിനെന്താണുള്ളത്, ഇതിന് സബ്സിഡറീസ് ഉണ്ട്, ഇതിനൊരു പാരൻറ്റും ഉണ്ട്. ഈ പാരൻ്റ് എന്തല്ല, അത് നോൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റിയാണ് ഈ പാരൻറ്റ്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം, ഈ പാരൻറ്റിൻ്റെ ബുക്സിൽ പാരൻറ്റ് എന്ത് ചെയ്യണം, CFS പ്രിപ്പയർ ചെയ്യണം. ആരതൊക്കെ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീൻ്റെയും അതേമാതിരി തന്നെ ഇതിൻ്റെ സബ്സിഡറീസിൻ്റെയും എല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു CFS കൺസോൾട്ടേഷൻ പ്രിപ്പയർ ചെയ്യണം. കൺസോൾട്ടേറ്റ് ഓൾ സബ്സിഡറീസ്, എല്ലാ സബ്സിഡറീസിൻ്റെയും എന്താണ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ അവർ കൺസോൾട്ടേറ്റ് ചെയ്യണം. ഓക്കെ, then example, if ABC Investment Limited is an investment entity and owns XYZ Limited. അപ്പോൾ XYZ Limited എന്താണ്, അവർ ഓൺ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു കൺസോൾട്ടേറ്റ് XYZ Limited. അപ്പോൾ XYZ Limited അവർ എന്ത് ചെയ്യേണ്ട, കൺസോൾട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. However, if PQR Limited owns ABC എന്ന് വെച്ചാൽ PQR Limited എന്താണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീനെ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ then PQR must consolidate all its subsidiary. എല്ലാ സബ്സിഡറീസിനെയും എന്താണ് PQR കൺസോൾട്ടേറ്റ് ചെയ്യണം, ഇൻക്ലൂഡിങ് ABC and XYZ Limited, including XYZ Limited. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഇൻട്രഡക്ഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു, ചെറിയ ടോപ്പിക്കുകളായിട്ട്. ഇനി അടുത്തതാണ് നമ്മളെന്ത്, റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ്. റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ്. The management of parent company is responsible for preparing and presenting consolidated financial statement. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, പാരൻറ്റ് കമ്പനീൻ്റെ മാനേജ്മെൻ്റ് ആണെന്ത്, CFS പ്രിപ്പയർ ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ദ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈങ് കമ്പോണൻറ്റ്സ് ആൻഡ് ഇൻക്ലൂഡിങ് ദെയർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ CFS. അപ്പോൾ കമ്പോണൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ മാതിരി തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ് CFSലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതും എന്താണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഐഡൻറ്റിഫൈങ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ഫോർ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് റിക്വയർഡ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ, റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ്, ആ സെഗ്മെൻറ്റും കൂടി റിപ്പോർട്ട് ചെയ്യുന്നതും എന്താണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഐഡൻറ്റിഫൈങ് റിലേറ്റഡ് പാർട്ടീസ് ആൻഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഫോർ പ്രോപ്പർ ഡിസ്ക്ലോഷർ. റിലേറ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, ഫോർ പ്രോപ്പർ ഡിസ്ക്ലോഷേഴ്സ്. ദെൻ കളക്ടിങ് ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഓൾ സബ്സിഡറീസ് ആൻഡ് അസോസിയേറ്റ്. അപ്പോൾ എല്ലാ സബ്സിഡറീസിൻ്റെയും അസോസിയേറ്റ്സിൻ്റെയും എന്താണ് എല്ലാ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ആക്യുറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുക, അതേമാതിരി തന്നെ അത് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ,
Then making necessary consolidation adjustment to remove inter-company transaction. അപ്പോൾ ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യുക, കൺസോൾട്ടേഷൻ എല്ലാ ആവശ്യമുള്ള കൺസോൾട്ടേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുത്തുക. ദെൻ എൻഷുറിങ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ഫ്രെയിം വർക്ക് അക്രോസ് ഓൾ എൻറ്റിറ്റി. അപ്പോൾ എല്ലാ എൻറ്റിറ്റീസിനും എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് പോളിസീസും ഫ്രെയിം വർക്കും യൂണിഫോമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ CFS ഉണ്ടാക്കാൻ. ഓക്കെ. ദെൻ കൺവേർട്ടിങ് ഫിനാൻഷ്യൽസ് ഇൻ ടു ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോർമാറ്റ് ഇഫ് റിക്വയർഡ്. അപ്പോൾ ഗ്യാപ്പിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ എന്താക്കണം, നമ്മൾ ഫിനാൻഷ്യൽസിനെ കൺവേർട്ട് ചെയ്യണം if required. Then the parent company also issue instruction to subsidiaries regarding. അപ്പോൾ പാരൻറ്റ് കമ്പനി എന്തും കൂടി ചെയ്യണം, പാരൻറ്റ് കമ്പനി ജസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഇൻസ്ട്രക്ഷൻസും കൂടി ഇഷ്യൂ ചെയ്യണം സബ്സിഡി കമ്പനീസിന്. എന്തിനെക്കുറിച്ച് വെച്ചാൽ അക്കൗണ്ടിങ് പോളിസീസ് ടു ബി ഫോളോഡ്, ഏത് അക്കൗണ്ടിങ് പോളിസീസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് റിക്വയർമെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് റിക്വയർമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ട് ചെയ്യണം. ആൻഡ് ദെൻ റിപ്പോർട്ടിംഗ് ഗൈഡ് ലൈൻസ് ഫോർ സെഗ്മെൻറ്റ് ആൻഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനും സെഗ്മെൻറ്റിനും വേണ്ടിയുള്ള റിപ്പോർട്ടിംഗ് ഗൈഡൻസ് അവരെന്താണ് അവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്നുവെച്ചാൽ അവരുടെ സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ടൈം ലൈൻ ഫോർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ. ഈ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ഇൻസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ ഓഫ് എ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Responsibility of the auditor of consolidated financial statement. As per section 129 subsection 4, 129 subsection 4 പ്രകാരം എന്ത് ചെയ്യണം, of the company, the audit provisions for standalone financial statement also apply to consolidated financial statement. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് എന്ത് സബ്സെക്ഷൻ 4 പ്രകാരമാണ്. സെക്ഷൻ 129 സബ്സെക്ഷൻ 4 പ്രകാരമാണ് എന്തുള്ളത്, ഒരു സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അപ്ലൈ ആവുന്ന ഓഡിറ്റിംഗ് പ്രൊവിഷൻസ് എന്താണ്, CFSനും അപ്ലൈ ആവും എന്നുള്ള കാര്യം. സോ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഇസ് റെസ്പോൺസിബിൾ ഫോർ. അപ്പോൾ പ്രിൻസിപ്പൽ ഓഡിറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു പാരൻറ്റ് കമ്പനീൻ്റെ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, പാരൻറ്റ് കമ്പനീൻ്റെ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്തൊക്കെയാ വെച്ചാൽ എൻഷുറിങ് ദാറ്റ് ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലൈ വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്ലിക്കബിൾ FRF എന്താണ്, കംപ്ലൈ ചെയ്യുന്നുണ്ടോ, CFS കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ദെൻ എക്സ്പ്രസിങ് എൻ ഒപ്പീനിയൻ ഓൺ വെദർ ദ CFS പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പോൾ CFS എന്താണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു ഒപ്പീനിയൻ കൊടുക്കണം. നെക്സ്റ്റ് ഒപ്പീനിയൻ പ്രസൻറ്റ് ചെയ്യണം. Then conducting inquiries as per section 143 subsection 1 of the Companies Act 2003. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻക്വയറി കണ്ടക്ട് ചെയ്യണം, ഇൻക്വയറീസ് കണ്ടക്ട് ചെയ്യണം അക്കോർഡിംഗ് ടു സെക്ഷൻ 143 subsection 1. Then reporting on matters specified in section 143 subsection 3 clauses A to A and other statutory rules. അപ്പോൾ എന്താണ്, സെക്ഷൻ 143 subsection 3 പ്രകാരം പറയുന്ന മാറ്റേഴ്സ് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. Then validating whether the company is required to prepare CFS as per applicable regulation. അപ്പോൾ applicable regulations പ്രകാരം CFS പ്രിപ്പയർ ചെയ്യണോ എന്നുള്ള കാര്യം എന്താണ്, വാലിഡേറ്റ് ചെയ്യണം. Then the audit of the consolidated financial statement follow the same standards on auditing and guidelines issued by ICA for standalone audit. അപ്പോൾ സ്റ്റാൻഡലോൺ ഓഡിറ്റ് നമ്മൾ എന്തൊക്കെ SAസും അതേപോലെ തന്നെ ഗൈഡ് ലൈൻസും ആണോ നമ്മൾ ഫോളോ ചെയ്യുക, ആ സെയിം ഗൈഡ് ലൈൻസും SAസും നമ്മൾ എന്താണ് CFSൻ്റെ ഓഡിറ്റിൻ്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യണം. So the auditor should plan the audit effectively for efficiency and timely completion. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടും അതേപോലെ തന്നെ സമയത്ത് തീർക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ പ്ലാനിങ് വേണം, എഫക്റ്റീവായിട്ട് പ്രോപ്പർ പ്ലാനിങ് വേണം. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ അക്കൗണ്ടിങ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇൻക്ലൂഡിങ് IT ടൂൾസ് യൂസ്ഡ് ഫോർ കൺസോൾട്ടേഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങും ഇൻറ്റേർണൽ കൺട്രോളും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ തന്നെ IT ടൂൾസും കൺസോൾട്ടേഷനെ യൂസ് ചെയ്തില്ല IT ടൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ യൂസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് ടു അസസ് ദ റിസ്ക് ആൻഡ് ഡിസൈൻ ഓഡിറ്റ് പ്രൊസീജിയർ. റിസ്ക് അസൈൻ ചെയ്യാനും അതേമാതിരി തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. ടു റെഡ്യൂസ് റിസ്ക് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ, റിസ്ക് കുറയ്ക്കാൻ ഒരു അക്സെപ്റ്റബിൾ ലെവലിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണെന്ത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ ഓഫ് CFSലെ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ് കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ കഴിഞ്ഞു. ഇനി അടുത്ത് വെച്ചാൽ ഓഡിറ്റ് കൺസിഡറേഷൻ ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
സോ ഓഡിറ്റ് കൺസിഡറേഷൻസ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ നമുക്ക് നോക്കാനുള്ള ഓരോ ടോപ്പിക്കുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? ഇമ്പാക്റ്റ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ ഒരു CFS ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക? ദ ഓഡിറ്റ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിക്വയർസ് കൺസിഡറിങ് സർട്ടൻ യുണീക്ക് ആസ്പെക്ട്. അതിൽ ചില യുണീക്ക് ആസ്പെക്റ്റുകൾ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളെന്താണ് ഒരു CFS ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ CFS ആർ പ്രിപ്പയർഡ് യൂസിങ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പാരൻറ്റ് ആൻഡ് ഇറ്റ് സബ്സിഡറി ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് അസോസിയേറ്റ് ഫോളോയിങ് പ്രിസ്ക്രൈബ്ഡ് കൺസോളിഡേഷൻ പ്രൊസീജിയർ. അപ്പോൾ എന്താണ് നമ്മളൊരു CFS എങ്ങനെയാണ് ഉണ്ടാക്കുക? പാരൻറ്റിൻ്റെയും സബ്സിഡറിൻ്റെയും ജോയിൻറ്റ് വെഞ്ചേഴ്സ് അസോസിയേറ്റ് അങ്ങനെ എല്ലാ ആ ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക CFS ഉണ്ടാക്കുക. So, the auditor of CFS may rely on the work of other auditors unless they are also the auditor of the individual component. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതർ ഓഡിറ്റേഴ്സിൻ്റെ SA 600 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതർ ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യണം വെൻ വി ആർ ഓഡിറ്റിംഗ് എ CFS അൺലെസ് ദേ ആർ ഓൾസോ ദ ഓഡിറ്റർ ഓഫ് ദ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്. അവർ ഇൻഡിവിജ്വൽ കമ്പോണൻസിൻ്റെ ഓഡിറ്റർ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക പ്രിൻസിപ്പൽ ഓഡിറ്റർ മറ്റേ ഓഡിറ്ററിൻ്റെ എന്ന് വെച്ചാൽ മറ്റേ ഇപ്പോൾ ഇത് എന്താ പറയുക പാരൻറ്റ് ഇത് സബ്സിഡറി എന്ന് വെക്കുക. അപ്പോൾ ഈ പാരൻറ്റിൻ്റെ ഓഡിറ്റർ തന്നെയാണ് ഈ സബ്സിഡറീസിൻ്റെ എങ്കിലും ഈ ഒരു കാര്യം വേണ്ട. കാരണം ഈ 3 കാര്യമാരാണ് ഇയാൾ തന്നെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അല്ല പാരൻറ്റിൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന ഒരാളും സബ്സിഡറീസിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് വേറൊരാളാണെങ്കിൽ എന്താണ് നമ്മൾ ഇയാളുടെ വർക്ക് ഈ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇയാളുടെ വർക്ക് യൂസ് ചെയ്യണം. അത് എന്ത് പ്രകാരമാണ് നമ്മൾ SA 600 നമ്മൾ നോക്കിയിട്ടുണ്ട് ആ ടോപ്പിക്ക്. ദെൻ അപ്പോൾ അങ്ങനെയാണ് ഒരു CFS ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൽ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ഓഡിറ്റേഴ്സിൻ്റെ SA 600 പ്രകാരം നമ്മൾ അതർ ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യണം. ദെൻ അഡീഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ CFS. അപ്പോൾ CFS നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അഡീഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വേണ്ടത്? അപ്പാർട്ട് ഫ്രം സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ CFS. അപ്പോൾ നമ്മളെന്താണ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നതിന് പുറമെ നമ്മൾ CFS ഓഡിറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വേണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിസ്ക്ലോഷേഴ്സ് റിലേറ്റഡ് ടു കമ്പോണൻറ്റ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫിഗേഴ്സ്. അപ്പോൾ കമ്പോണൻസിൻ്റെ ഡിസ്ക്ലോഷേഴ്സും അതേമാതിരി തന്നെ അതിൻ്റെ ഇമ്പാക്റ്റും ഏതിൽ CFSയിലുള്ള കൺസോളിഡേറ്റഡ് ഫിഗേഴ്സിലുള്ള അതിൻ്റെ ഒരു കമ്പോണൻസിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ടു അലൈൻഡ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് വർ പെർമിറ്റഡ്. അപ്പോൾ നമ്മളെന്താണ് പാരൻറ്റ് ഒരു അക്കൗണ്ടിങ് പോളിസിയും സബ്സിഡറി ചിലപ്പം വേറൊരു അക്കൗണ്ടിങ് പോളിസി ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പാരൻറ്റ് ഡിപ്രിസിയേഷൻ WDVയിലും സബ്സിഡറി SLMയിലും ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ 2 അക്കൗണ്ടിങ് പോളിസീസും എന്ത് ചെയ്യണം? അലൈൻ ചെയ്യണം. അതും എന്താണ്? അതും ഓഡിറ്റർ അഡീഷണലായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. സോ അങ്ങനത്തെ ഒരു അഡീഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കൂടി ഓഡിറ്ററിന് വേണം. സോ അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ അലൈൻ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് അലൈൻ ചെയ്തിട്ടുള്ളത്? ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷനും കൂടി എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ പാരൻറ്റിൻ്റെയും കമ്പോണൻസിൻ്റെയും എന്താണ് സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് CFSൽ എന്നുള്ളൊരു അഡീഷണൽ ഇൻഫർമേഷനും കൂടി എന്താണ് നമ്മൾ CFS ഓഡിറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ യൂസിങ് ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. മറ്റ് ഓഡിറ്ററിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യണം ആസ് പെർ SA 600. വെൻ ഓഡിറ്റിംഗ് CFS ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മസ്റ്റ് ഡിസൈഡ് ഇഫ് ദെയർ ഓൺ വർക്ക് ഈസ് സഫിഷ്യൻറ്റ് ടു ഫോം എൻ ഒപ്പീനിയൻ. അപ്പോൾ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ എന്താണ് നമ്മളുടെ വർക്ക് മാത്രം മതിയോ എന്നുള്ള കാര്യം എന്താണ് പ്രിൻസിപ്പൽ ഓഡിറ്റർ ഡിസൈഡ് ചെയ്യണം. ഇഫ് നോട്ട് ഓഡിറ്റർ എന്താണ് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം വർക്ക് യൂസ് ചെയ്തിട്ടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? ദേ മേ റിലൈ ഓൺ അതേഴ്സ് ഓഡിറ്റർ. മറ്റേ ഓഡിറ്ററിന് റിലൈ ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ ബൈ യൂസിങ് ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് ദ കമ്പോണൻസിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ യൂസ് ചെയ്തിട്ട് ദെൻ അപ്പോയിൻറ്റിങ് അഡീഷണൽ ഓഡിറ്റേഴ്സ് ടു അസിസ്റ്റ് ഇൻ ദ CFS. അല്ലെങ്കിൽ എന്താണ് അഡീഷണൽ ഓഡിറ്റേഴ്സിനെ നമ്മൾ CFSൻ്റെ വർക്കിന് വേണ്ടി നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. നമ്മൾ ഒന്നുകിൽ എന്താണ് അവർ ചെയ്ത വർക്ക് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്താണ് ഡയറക്റ്റ് അസിസ്റ്റൻസിന് വാങ്ങുക, ഡയറക്റ്റ് അസിസ്റ്റൻസിന് എടുക്കുക ആസ് പെർ SA 600. ഓക്കെ.
ഇഫ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഓൾസോ അസിസ്റ്റിംഗ് വിത്ത് CFS, അപ്പോൾ CFSൻ്റെ ഓഡിറ്റർ എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒരു കമ്പോണൻറ്റ് ഓഡിറ്ററും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് അസൈൻമെൻറ്റ് ഫ്രം ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ നിന്നും ഇത് വേറെ തന്നെ ഒരു അസൈൻമെൻ്റ് ആണ്. അവർക്ക് വർക്ക് ചെയ്യാൻ എന്തേ ഉള്ളൂ, അവർക്ക് CFS ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്തേ ഉള്ളൂ, അവർക്ക് ഈ സബ്സിഡറി മാത്രം അല്ലെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റ് മാത്രം അവർക്ക് ഓഡിറ്റ് ചെയ്താൽ മതി. പക്ഷെ അതിന് പുറമേ അവരെന്താണ് ഈ ഒരു CFSും കൂടി അവർ ഓഡിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ളൊരു അസൈൻമെൻ്റ് ആണ്. ഓക്കെ, അത് അവരുടെ ഓൾറെഡി ഉള്ള അസൈൻമെൻറ്റിൻ്റെ ഭാഗമല്ല. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും ഡിസ്കസ് കാര്യം തന്നെ SA 600 ആണ് യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ. അതെന്താണ്, CFSൻ്റെ ഓഡിറ്റിന് നമുക്ക് വരും. സോ SA 600 പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് വെൻ ഓഡിറ്റർ റിലൈസ് ഓൺ അതർ ഓഡിറ്റേഴ്സ് വർക്ക്. മറ്റ് ഓഡിറ്ററിൻ്റെ വർക്ക് ഒരു ഓഡിറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ, റിലൈ ചെയ്യുകയാണെങ്കിൽ, ഐദർ ബൈ യൂസിങ് ദെയർ വർക്ക് ഓർ ബൈ ടേക്കിംഗ് ദെയർ ഡയറക്റ്റ് അസിസ്റ്റൻസ്, ഐദർ കേസ് എന്താണ് SA 600 ആണ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഷുഡ് അസസ് വെദർ ദ അതർ ഓഡിറ്റേഴ്സ് വർക്ക് ഈസ് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ്. മറ്റ് ഓഡിറ്ററിൻ്റെ വർക്ക് റിലയബിൾ ആണോ അതേമാതിരി തന്നെ സഫിഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യം എന്താണ് പ്രിൻസിപ്പൽ ഓഡിറ്റർ അസസ് ചെയ്യണം. ആൻഡ് എൻഷുർ കംപ്ലയൻസ് വിത്ത് SA 600. SA 600 കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം ബിഫോർ റിലൈങ് അതർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു SA 600 നമുക്ക് പ്രീവിയസ് ചാപ്റ്ററിലുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ SA 600 പ്രകാരം എന്താണ് അതർ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുറും ചെയ്യണം ഓഡിറ്റർ, പ്രിൻസിപ്പൽ ഓഡിറ്റർ. ദെൻ മെറ്റീരിയാലിറ്റി ഇൻ CFS ഓഡിറ്റ്. Materiality is calculated differently for consolidated financial statements compared to stand-alone financial statement. അപ്പോൾ stand-alone financial statement നമ്മൾ എങ്ങനെയാണോ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക ആ രീതിയിലല്ല നമ്മൾ എന്തിൽ ചെയ്യുക, നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യുക. ദ കീ കൺസിഡറേഷൻസ് ഇൻക്ലൂഡ് മെറ്റീരിയാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ ഗ്രൂപ്പ് ലെവൽ ടു അസസ് ദ CFS കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ലെവലിലാണ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുക, അല്ലാതെ സ്റ്റാൻഡ്-അലോൺ ബേസിലല്ല. Then the principal auditor use group level materiality to decide if additional component audits are needed. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ലെവലിലുള്ള മെറ്റീരിയാലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും, അഡീഷണൽ കമ്പോണൻറ്റ് ഓഡിറ്റ് വേണോ, ഈ കമ്പോണൻറ്റ്സ് നമ്മൾ പിന്നെയും ഓഡിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ എന്താണ് പിന്നെയും നോക്കും, ഒന്നുകൂടി ചെക്ക് ചെയ്യും. Then the principal auditor may compute and communicate materiality level for each component. പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യും, അത് കമ്പ്യൂട്ടും ചെയ്യും. ഈ ഒരു കാര്യം ഈ ഒരു ഗ്രൂപ്പ് ലെവലിലുള്ള മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ടും ചെയ്യും, അതെന്താണ് കമ്മ്യൂണിക്കേറ്റും ചെയ്യും. എന്തിനു വേണ്ടി, ഓരോ ഈച്ച് കമ്പോണൻറ്റിനോടും അത് കമ്മ്യൂണിക്കേറ്റും ചെയ്യും. ആൻഡ് കമ്പോണൻറ്റ് ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് കൺഫർമേഷൻസ് റിഗാർഡിംഗ് ഇൻഡിപെൻഡൻസ്, എത്തിക്സ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. കമ്പോണൻറ്റ് ഓഡിറ്റേഴ്സ് എന്താണ് ഇതിൻ്റെ ബേസിൽ അവർ ഇൻഡിപെൻഡൻസ്, എത്തിക്സ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് എന്താണ് കൺഫർമേഷൻ നടത്തും. ആർക്ക്, പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സിന്. Okay. Then considering component auditors' observations. When component auditor report modifications or emphasis of matter, അപ്പോൾ ഒരു കമ്പോണൻറ്റ് ഓഡിറ്റർ എന്താണ്, ഇപ്പോൾ ഇത് പ്രിൻസിപ്പൾ, ഇത് ഒരു രണ്ട് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇതിലെ ഓഡിറ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മോഡിഫിക്കേഷൻ കൊടുത്തു. SA 705 പ്രകാരം അല്ലെങ്കിൽ 706 പ്രകാരം എന്താണ് ഒരു മോഡിഫിക്കേഷൻ കൊടുത്തു. 705 ആണ് മോഡിഫിക്കേഷൻ, 706 എന്ന് വെച്ചാൽ എംഫൈസ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എംഫൈസ് ഓഫ് മാറ്റർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മസ്റ്റ് ഫോളോ SA 600. പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അയാളുടെ വർക്ക് യൂസ് ചെയ്യണം അക്കോർഡിംഗ് ടു SA 600. എക്സാമ്പിൾ, ഇഫ് എ സബ്സിഡറി ഓഡിറ്റർ റിപ്പോർട്ട് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഇൻ റവന്യൂ റെക്കഗ്നീഷൻ ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മസ്റ്റ് അസസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ CFSൽ അതിലുള്ള ഇമ്പാക്റ്റ് എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ ഓഡിറ്റർ അസസ് ചെയ്യണം, എത്രമാത്രം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ICA അനൗൺസ്മെൻറ്റ് ഓൺ 25 May 2017 clarified that the parent auditor must comply with SA 600. പാരൻ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം, എന്തായാലും SA 600 കംപ്ലൈ ചെയ്തിരിക്കണം അക്കോർഡിംഗ് ടു ICA's announcement on May 25, 2017 when considering the component auditor's observation. ഓക്കെ, അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ് കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ കഴിഞ്ഞു. റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ് വെച്ചാൽ മാനേജ്മെൻ്റ് ആട്ടോ.
മാനേജ്മെൻറ്റാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ കഴിഞ്ഞു. ദെൻ നമ്മളെന്താണ് ഓഡിറ്റ് കൺസിഡറേഷൻ ഇൻ CFS നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഓഡിറ്റിംഗ് ദ കൺസോൾട്ടേഷൻ പ്രോസസ്സ്. കൺസോൾട്ടേഷൻ ചെയ്യുന്ന ആ പ്രോസസ്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യുക. സോ അതിൽ നമുക്ക് നോക്കാനുള്ള ഓരോ പോയിന്റുകളാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണെന്ത്, പ്ലാനിങ് ദ ഓഡിറ്റ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓഡിറ്റർ നോർമൽ ഒരു സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അതേമാതിരി തന്നെ CFS ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഓഡിറ്റ് ഓഫ് CFS, ദ ഓഡിറ്റർ ഷുഡ് പ്ലാൻ ദ ഓഡിറ്റ് ഫോർ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. അപ്പോൾ എഫിഷ്യൻസിക്ക് വേണ്ടി എഫക്റ്റീവ്നെസ്സിന് വേണ്ടി എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ദ പ്ലാനിങ് ഷുഡ് ഇൻക്ലൂഡ്. അപ്പോൾ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രൂപ്പ് സ്ട്രക്ചർ ആൻഡ് കൺട്രോൾ. ഗ്രൂപ്പ് സ്ട്രക്ചറും കൺട്രോളും എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദ ഓഡിറ്റർ ഷുഡ് അസസ് ദ ഗ്രൂപ്പ് വൈഡ് കൺട്രോൾ. ഗ്രൂപ്പ് മൊത്തത്തിലുള്ള ഗ്രൂപ്പ് വൈഡ് കൺട്രോൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ അസസ് ചെയ്യണം. IT സിസ്റ്റംസ് ആൻഡ് റിലേറ്റഡ് ഓട്ടോമേറ്റഡ് ആൻഡ് മാനുവൽ കൺട്രോൾസ് ഇൻ ദ കൺസോൾട്ടേഷൻ പ്രോസസ്. അപ്പോൾ കൺസോൾട്ടേഷൻ പ്രോസസ്സിലുള്ള IT സിസ്റ്റംസ്, റിലേറ്റഡ് ഓട്ടോമേഷൻ ആൻഡ് മാനുവൽ കൺട്രോൾസും എന്ത് ചെയ്യണം, ഓഡിറ്റർ അസസ് ചെയ്യേണ്ട കാര്യമാണ്. എക്സാമ്പിൾ, എ കമ്പനി യൂസസ് SAP ഫോർ കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷൻ ഒരു കമ്പനി SAP ആണ് യൂസ് ചെയ്തെങ്കിൽ ദ ഓഡിറ്റർ ചെക്സ് ആക്സസ് കൺട്രോൾ ആൻഡ് അപ്രൂവൽ പ്രോസസ്സ്. ആക്സസ് കൺട്രോളും അപ്രൂവൽ പ്രോസസ്സും എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത് മാതിരി. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കൺട്രോൾസും ചെക്ക് ചെയ്യണം, എങ്ങനെയാണ് ആ പ്രോപ്പർ രീതിയിലാണോ ആ കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ലൈക്ക് അത് ഏത് കൺട്രോൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, IT സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഓട്ടോമേറ്റഡ് കൺട്രോൾസ് ഉണ്ടോ, മാനുവൽ കൺട്രോൾസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓഡിറ്റർ അസസ് ചെയ്യണം. ദെൻ അടുത്തെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ദ അക്കൗണ്ടിങ് പോളിസി ആൻഡ് കൺസോൾട്ടേഷൻ പ്രോസസ്സ്. അക്കൗണ്ടിങ് പോളിസിയും കൺസോൾട്ടേഷൻ പ്രോസസ്സും എന്താണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദ ഓഡിറ്റർ മസ്റ്റ് വെരിഫൈ ദ അക്കൗണ്ടിങ് പോളിസീസ് ഓഫ് ദ പാരൻറ്റ് ആൻഡ് കമ്പോണൻസ്. പാരൻറ്റിൻ്റെയും കമ്പോണൻസും അവർ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് എന്ത് ചെയ്യണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഇൻക്ലൂഡിങ് ട്രാൻസ്ലേഷൻ ഓഫ് ഫോറിൻ സബ്സിഡറീസ് ഫിനാൻഷ്യൽസ്. അപ്പോൾ ഒരു ഫോറിൻ സബ്സിഡറി ഉണ്ടെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ടിങ് പോളിസി എന്തായിരിക്കും, വേറെ തന്നെ ആയിരിക്കും. ആ ഒരു രാജ്യത്തിൻ്റെ അക്കൗണ്ടിങ് പോളിസി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. സോ അതെന്താണ്, അത് നമ്മളുടെ രാജ്യത്തിലേക്ക് എന്ന് വെച്ചാൽ പാരൻറ്റിൻ്റെ കൺട്രിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട ടോപ്പിക്കാണ്. എക്സാമ്പിൾ, ഇഫ് എ US based subsidiary follow US GAAP, the auditor ensure adjustment to Ind AS before consolidation. അപ്പോൾ എന്താണ് US GAAP യൂസ് ചെയ്യുന്നൊരു കമ്പനി എന്താണ് കൺസോൾട്ടേഷൻ മുന്നേ ആയിട്ട് അത് Ind ASലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ അസസിങ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചെയ്യേണ്ട എന്താണ്, നമ്മൾ നോർമൽ ചെയ്യുന്ന മാതിരി തന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ അസസ് ചെയ്യാം. The auditor should identify risk in the consolidation process and plan audit procedures accordingly. അപ്പോൾ കൺസോൾട്ടേഷൻ പ്രോസസ്സിൽ നമ്മളെ സ്ഥാപനത്തിലല്ല കൺസോൾട്ടേഷൻ ചെയ്ത പ്രോസസ്സിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് അതിന് വേണ്ടിയുള്ള പ്ലാൻ എന്താണ് ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ് പ്ലാൻ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ സബ്സിഡറി ഈസ് ലോസ് മേക്കിംഗ്. ഒരു സബ്സിഡറി എന്താണ് ലോസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദ ഓഡിറ്റർ മേ ചെക്ക് ഫോർ ഇമ്പയർമെൻറ്റ് ഓഫ് ഗുഡ് വിൽ ഇമ്പയർമെൻറ്റ് നടത്തണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ യൂസിങ് വർക്ക് ഓഫ് അതർ ഓഡിറ്റർ FA 600 പിന്നെ നമ്മൾ യൂസ് ചെയ്യാം. ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഡിറ്റർമൈൻ ഇഫ് വർക്ക് ഫ്രം അതർ ഓഡിറ്റർ ഈസ് റിലയബിൾ. മറ്റ് ഓഡിറ്ററിൻ്റെ വർക്ക് റിലയബിൾ ആണോ എന്നുള്ള കാര്യം എന്താണ് പ്രിൻസിപ്പൽ ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യുക അക്കോർഡിംഗ് ടു FA 600. എക്സാമ്പിൾ, ഇഫ് എ ഫോറിൻ സബ്സിഡറി ഈസ് ഓഡിറ്റഡ് ബൈ അനദർ ഓഡിറ്റർ ദെയർ റിപ്പോർട്ട് മസ്റ്റ് ബി റിവ്യൂഡ്. അപ്പോൾ ഒരു ഫോറിൻ സബ്സിഡറി മറ്റൊരു ഓഡിറ്ററാണ് ഓഡിറ്റ് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ റിപ്പോർട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ കോർഡിനേറ്റിംഗ് ഓഡിറ്റ് വർക്ക് കോർഡിനേറ്റ് ചെയ്യുക. ദ ഓഡിറ്റർ എൻഷുർ സ്മൂത്ത് കോർഡിനേഷൻ അമംഗ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് ഓഡിറ്റർ. അപ്പോൾ ഓരോ കമ്പോണൻസിൻ്റെയും ഓഡിറ്റേഴ്സ് തമ്മിൽ എന്താണ് ഒരു കോർഡിനേഷൻ, ഒരു സ്മൂത്ത് കോർഡിനേഷൻ വേണം. അതെന്താണ്, അത് പാരൻ്റ് ഓഡിറ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ ദാറ്റ് ഈസ് വാട്ട് പ്ലാനിങ് ദ ഓഡിറ്റ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻഷുറിങ് ഓൾ കമ്പോണൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കമ്പോണൻസും നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്താണ് പാരൻ്റ് ഓഡിറ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ദ പാരൻറ്റ് കമ്പനി മസ്റ്റ് കൺസോളിഡേറ്റ് ഓൾ സബ്സിഡറി അസോസിയേറ്റ്സ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് അൺലെസ് എക്സെപ്ഷൻസ് അപ്ലൈസ് അണ്ടർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഒരു കൺസോൾട്ടേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സബ്സിഡറീസിനെയും അസോസിയേറ്റ്സിനെയും ജോയിൻറ്റ് വെഞ്ചേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അല്ലാതെ നമ്മൾ എന്താണ് എല്ലാവരെയും കൺസോൾട്ടേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം.
ദ ഓഡിറ്റർ മസ്റ്റ് എൻഷുർ കംപ്ലീറ്റ്നെസ് ബൈ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ്നെസ് ഓഡിറ്റർ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ റിവ്യൂയിങ് പ്രീവിയസ് ഓഡിറ്റ് വർക്ക് പേപ്പർ. അപ്പോൾ പ്രീവിയസ് ഓഡിറ്റ് വർക്ക് പേപ്പേഴ്സ് എന്നാണ് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ഓഡിറ്റേഴ്സിന് എൻഷുർ ചെയ്യാൻ പറ്റും. ചെക്ക് ലാസ്റ്റ് ഇയേഴ്സ് ഓഡിറ്റ് ഫയൽ ഫോർ നോൺ കമ്പോണൻറ്റ്. അപ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഇയറിലെ ഓഡിറ്റ് ഫയൽ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. എ സബ്സിഡറി അക്വേർഡ് ലാസ്റ്റ് ഇയർ ഷുഡ് സ്റ്റിൽ ബി പാർട്ട് ഓഫ് ദ കൺസോൾട്ടേഷൻ അൺലെസ് സോൾഡ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഒരു പാരൻറ്റ് വാങ്ങിയിട്ടുള്ള സബ്സിഡറി എന്താണ്, ഈ കൊല്ലം അവർ എന്തുണ്ടാവും, കൺസോൾട്ടേഷൻ്റെ ഭാഗമായിരിക്കും അൺലെസ് സോൾഡ്, അവർ വിറ്റിട്ടില്ലെങ്കിൽ. ദെൻ എക്സാമിനിങ് പാരൻസ് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ. പാരൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ എക്സാമിൻ ചെയ്യണം. ലൈക്ക് വെരിഫൈ ദ കമ്പനീസ് ഇൻറ്റേർണൽ പ്രോസസ്സ് എന്നാണ് വെരിഫൈ ചെയ്യണം ഓഫ് ഐഡൻറ്റിഫൈയിങ് കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ആസ്കിങ് മാനേജ്മെൻറ്റ് അബൌട്ട് ന്യൂ ആൻഡ് എക്സ്ക്ലൂഡഡ് കമ്പോണൻസ്. അപ്പോൾ പുതിയതും അതേമാതിരി തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളതായിട്ടുള്ള കമ്പോണൻസിനെ കുറിച്ചിട്ട് മാനേജ്മെൻറ്റ് നമ്മൾ ചോദിക്കണം. എക്സാമ്പിൾ, ഇഫ് എ സബ്സിഡറി ഈസ് എക്സ്ക്ലൂഡഡ്, ഒരു സബ്സിഡറി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ ഷുഡ് കൺഫേം ഇറ്റ് വാസ് സോൾഡ് ഓർ ഡിസ്കണ്ടിന്യൂഡ്, അത് വിറ്റതാണോ അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ കൺഫേം ചെയ്യണം. അല്ലാതെ നമുക്ക് എന്താക്കാൻ പാടില്ല, ഒരു കൺസോൾട്ടേഷനിൽ നിന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, നമുക്കത് കൺഫേം ആയിരിക്കണം അത് ഒഴിവാക്കി എന്നുള്ള കാര്യം. ദെൻ ചെക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യണം. റിവ്യൂ പാരൻസ് ആൻഡ് സബ്സിഡറീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ ദ ന്യൂ എൻറ്റിറ്റി. അപ്പോൾ പുതിയ എൻറ്റിറ്റിക്കുള്ള പാരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സബ്സിഡറിൻ്റെയോ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ റിവ്യൂയിങ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ്. ജോയിൻറ്റ് വെഞ്ചേഴ്സും അറേഞ്ച്മെൻറ്റ്സ് എന്താണ് റിവ്യൂ ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും പുതിയ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് നമ്മൾ ഒരു കമ്പനി നമ്മുടെ പാരൻറ്റ് എന്താണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. എൻഷുർ ഓൾ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇഫ് റിക്വയർഡ്. Then assessing other arrangements. Look at any related arrangements that might indicate control. അപ്പോൾ എന്തെങ്കിലും പുതിയ റിലേറ്റഡ് അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. Reviewing statutory records. Examine records like Section 186 and 190 registers under the Companies Act 2013. അപ്പോൾ സെക്ഷൻ 186 അല്ലെങ്കിൽ സെക്ഷൻ 190 പ്രകാരമുള്ള രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ദെൻ ട്രാക്കിംഗ് ഷെയർ ഹോൾഡേഴ്സ് ചേഞ്ചസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ചേഞ്ചസ് നമ്മൾ എന്താണ് ട്രാക്ക് ചെയ്യണം. ഐഡൻറ്റിഫൈ എനി ചേഞ്ചസ് ഇൻ ദ ഓണർഷിപ്പ് എഫക്റ്റിംഗ് കൺസോൾട്ടേഷൻ. അപ്പോൾ കൺസോൾട്ടേഷനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും മാറ്റമുണ്ടോ, ഓണർഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം. കൺസോൾട്ടേഷനിൽ ചേഞ്ച് വരാൻ രീതിയിലുള്ള എന്തെങ്കിലും ഓണർഷിപ്പിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് പാരൻറ്റ് കമ്പനി ഇൻക്രീസ് ഇറ്റ് സ്റ്റേക്ക് ഫ്രം 40% to 60%. അപ്പോൾ പാരൻറ്റ് കമ്പനി എന്ത് ചെയ്തു, 40%-ൽ നിന്നും 60% ആയിട്ട് സ്റ്റേക്ക് കൂട്ടി. ദെൻ ദ എൻറ്റിറ്റി ഷുഡ് നൗ ബി കൺസോൾട്ടേറ്റഡ് ആസ് എ സബ്സിഡറി. ആ സിറ്റുവേഷൻ എന്ത് ചെയ്യണം, ആ ഒരു സബ്സിഡറിയെ നമ്മൾ ഒരു കൺസോൾട്ടേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കമ്പോണൻസിനെ വെരിഫൈ ചെയ്യേണ്ടത്, എല്ലാ കമ്പോണൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യേണ്ടത്. അടുത്തെന്ന് വെച്ചാൽ വെരിഫൈയിങ് കൺട്രോൾസ് ആൻഡ് ഇൻഫ്ലുവൻസ്. Verifying control and influence. The auditor should determine how control, joint control and or significant influence is established by reviewing. അപ്പോൾ കൺട്രോൾ, ജോയിൻറ്റ് കൺട്രോൾ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇതൊക്കെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ ബോർഡ് മിനിറ്റ്സ് നോക്കാം. അതെങ്ങനെ നോക്കുക വെച്ചാൽ നമ്മൾ ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ടു ചെക്ക് ഫോർ ഡിസിഷൻസ് ഇമ്പാക്റ്റിംഗ് കൺട്രോൾസിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഡിസിഷൻസ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ബോർഡ് മീറ്റിംഗ് റിവ്യൂ ചെയ്തിട്ട് നോക്കാം. ദെൻ ഷെയർ ഹോൾഡേഴ്സ് അറേഞ്ച്മെൻറ്റ്സ് റിവ്യൂ ചെയ്തിട്ട് നോക്കാം. ടു വെരിഫൈ വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ. വോട്ടിംഗ് റൈറ്റ്സും പവർ ഡിസ്ട്രിബ്യൂഷൻസും എന്താണ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കോൺട്രാക്ട്സ് ഫോർ ടെക്നോളജി ട്രാൻസ്ഫർ ഓർ സ്റ്റാറ്റ്യൂട്ടറി എൻഫോഴ്സ്മെൻറ്റ്സ്. ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് എൻഫോഴ്സ്മെൻറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺട്രാക്റ്റ്. സോ എഗ്രിമെൻറ്റ് ഷോയിങ് ഇൻഡയറക്റ്റ് കൺട്രോൾ. ദെൻ പോസ്റ്റ് ഇയർ എൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ലിക്വിഡേഷൻസ്. പോസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഇയറിന് ശേഷമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലിക്വിഡേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് എൻ എൻറ്റിറ്റി വാസ് അക്വേർഡ് ആൻഡ് സോൾഡ് വിത്തിൻ എ ഇയർ, ഒരു ഇയറിനുള്ളിൽ തന്നെ നമ്മൾ എൻറ്റിറ്റിനെ വാങ്ങി ആ ഇയറിനുള്ളിൽ തന്നെ നമ്മൾ വിറ്റും ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് മൈ ബി കൺസിഡേർഡ് ടെമ്പററി കൺട്രോൾ. അതൊരു ടെമ്പററി കൺട്രോളാണ്. എക്സാമ്പിൾ, എ പേരൻറ്റ് കമ്പനി ബൈയിങ് എ സബ്സിഡറി ഇൻറ്റൻഡഡ് ടു സെൽ ഇറ്റ് വിത്തിൻ 6 months മേ നോട്ട് കൺസോൾട്ടേറ്റ്. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വാങ്ങിയിട്ടുള്ളൊരു കമ്പനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള കൺട്രോൾ, ജോയിൻറ്റ് കൺട്രോൾ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യണം.
അതേമാതിരി തന്നെ അതെന്താണ് നമ്മൾ ബോർഡ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഫോർ ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ പോസ്റ്റ് ഇയർ എൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാം. ദെൻ എക്സ്ക്ലൂഡിങ് എ കമ്പോണൻറ്റ് ഫ്രം കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പോണൻറ്റ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇഫ് എ കമ്പോണൻറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്, ഒരു കമ്പോണൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് എൻഷുർ കംപ്ലയൻസ് വിത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ FRF പ്രകാരമാണോ ആ ഒരു എക്സ്ക്ലൂഷൻ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. എ കമ്പോണൻറ്റ് മേ ബി എക്സ്ക്ലൂഡഡ് ഇഫ്, അപ്പോൾ എപ്പോഴാണ് ഒരു കമ്പോണൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുക, കൺട്രോൾ ഈസ് ടെമ്പററി. കൺട്രോൾ ടെമ്പററി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് 6 months. എ സബ്സിഡറി അസോസിയേറ്റഡ് ജോയിൻറ്റ് വെഞ്ചർ ഈസ് അക്വേർഡ് ഫോർ എ റീസെയിൽ സൂൺ, ഒരു അടുത്ത് തന്നെ നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺസോൾട്ടേറ്റേണ്ട ആവശ്യമില്ല, അതൊരു ടെമ്പററി കൺട്രോളാണ്. എക്സാമ്പിൾ, എ പാരൻറ്റ് അക്വയറിംഗ് എൻ എൻറ്റിറ്റി ഓൺലി ടു ഫ്ലിപ്പ് ഇൻ ടു ഇറ്റ് ഇൻ 6 months. ദെൻ സെവർ ലോങ് ടേം റെസ്ട്രിക്ഷൻ എക്സിസ്റ്റ്. അപ്പോൾ ഒരുപാട് ലോങ് ടേം റെസ്ട്രിക്ഷൻസ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ സബ്സിഡറി കനോട്ട് ട്രാൻസ്ഫർ ഫണ്ട്സ് ഡ്യൂ ടു ലീഗൽ ബാരിയേഴ്സ്, അപ്പോൾ ഒരു സബ്സിഡറി എന്താണ്, അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല ലീഗൽ ബാരിയേഴ്സ് കാരണം. അങ്ങനെയുള്ള കുറേ ലോങ് ടേം റെസ്ട്രിക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പോണൻസിനെയും കൺസോൾട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ, എ ഫോറിൻ ഗവൺമെൻറ് ഇമ്പോസ് സാങ്ഷൻ ഓൺ പ്രോഫിറ്റ് റീപാട്രിയേഷൻ. അപ്പോൾ ഒരു പ്രോഫിറ്റ്, ഒരു ഫോറിൻ ഗവൺമെൻറ് പറയാണ് അവിടുത്തെ സബ്സിഡറി എന്താണ്, ഇന്ത്യൻ കമ്പനിയിലേക്ക് അവരുടെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്താണ്, വി ഡോണ്ട് നീഡ് ടു ആഡ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ അവർ കൺസോൾട്ടേഷൻ പ്രോസസ്. ദെൻ ഇൻ്റർമീഡിയറ്റ് സബ്സിഡറി. ഇൻ ഇന്ത്യ ഇൻ്റർമീഡിയറ്റ് സബ്സിഡറി നീഡ് നോട്ട് പ്രസൻറ്റ് CFS. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സബ്സിഡറി എന്താണ്, ഒരു CFS പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വെച്ചാൽ ഇഫ് it is wholly or partially owned and all shareholders agree not to require CFS. അപ്പോൾ എന്താണ്, അത് wholly അല്ലെങ്കിൽ partially owned ആണ്, അതേമാതിരി തന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സ് എന്ത് പറഞ്ഞ് CFS വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേമാതിരി തന്നെ ദ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി ഫയൽ CFS വിത്ത് രജിസ്ട്രാർ. അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി എന്താണ്, അവർ CFS ഫയൽ ചെയ്യും. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമ്മൾ CFS പ്രിപ്പയർ ചെയ്യേണ്ടാത്ത എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്കാണത്. എന്ത്, കമ്പനി ഹോൾലി അല്ലെങ്കിൽ പാർഷ്യലി എന്താണ് ഓൺഡ് ആണ്, പിന്നെ ഓൾ സബ്സിഡറി ആർ അഗ്രീഡ് നോട്ട് ടു റിക്വയർ CFS ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഇൻ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേമാതിരി തന്നെ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി എന്താണ്, CFS രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിത്തിൻ ദ രജിസ്ട്രാർ, ഫയൽ ചെയ്തിട്ടുണ്ട് വിത്തിൻ ദ രജിസ്ട്രാർ. So the auditor should verify if the exclusion criteria are met. Exclusion criteria meet ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെയ്യണം, വെരിഫൈ ചെയ്യണം. ദാറ്റ് ദ റീസണിങ് ഈസ് പ്രോപ്പർലി ഡിസ്ക്ലോസ്. ആ റീസണും പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെയ്യണം, വെരിഫൈ ചെയ്യണം. ദെൻ ചേഞ്ചസ് ഇൻ കമ്പോണൻറ്റ് സ്റ്റാറ്റസ്. ഇഫ് ആൻ എൻറ്റിറ്റീസ് ക്ലാസിഫിക്കേഷൻ ചേഞ്ച്, ഒരു എൻറ്റിറ്റീൻ്റെ ക്ലാസിഫിക്കേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് എ സബ്സിഡറി ബിക്കംസ് എൻ അസോസിയേറ്റ്, ഒരു സബ്സിഡറി എന്താണ് ഒരു അസോസിയേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് എൻഷുർ പ്രോപ്പർ അക്കൗണ്ടിങ്. ആ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് ആണോ ആ ഒരു മാറ്റത്തിന് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, എ സബ്സിഡറി വേർ എ പാരൻറ്റ് സെൽസ് പാർട്ട് ഓഫ് ഇറ്റ് സ്റ്റേക്ക് ആൻഡ് ലോസ് കൺട്രോൾ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് എൻ അസോസിയേറ്റ്. അപ്പോൾ ഒരു പാരൻ്റ്, ഒരു സബ്സിഡറി എന്താണ്, സബ്സിഡറിനെ വിറ്റു, അതിൻ്റെ ഒരു ഭാഗം വിറ്റു, പക്ഷേ അതെന്താണ്, അതിൻ്റെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടു. സോ അതിനെ നമ്മൾ എന്താക്കാൻ പാടില്ല, ഒരു അസോസിയേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല ആ സിറ്റുവേഷനിൽ. ദെൻ കൺസോൾട്ടേഷൻ മെത്തേഡ്സ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്രോച്ചാണ്. അണ്ടർ ദ കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റൂൾ 2006, subsidiaries line by line addition of assets, liability, income and expense and cash flow, associate account for using equity method as per AS23 and joint ventures proportionate consolidation method as per AS27. അപ്പോൾ ഇതെന്താണ് അക്കൗണ്ടിങ്, ഈ കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2006 പ്രകാരം നമ്മൾ ഓരോ ഇപ്പോൾ സബ്സിഡറി ആയിക്കോട്ടെ, അസോസിയേറ്റ് ആയിട്ടെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് ഇതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു മെത്തേഡ്സാണ് പറയുന്നത്. സബ്സിഡറി ആണെങ്കിൽ എന്താണ് ലൈൻ ബൈ ലൈൻ അഡീഷൻ ഓഫ് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാഷ് ഫ്ലോ, അങ്ങനത്തെ ഒരു അപ്രോച്ചിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അസോസിയേറ്റ് ആണെങ്കിൽ എന്താണ്
ഇക്വിറ്റി മെത്തേഡ് ആ രീതിയിലാണ്. ആ ഇക്വിറ്റി മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. ദെൻ പ്രപ്പോർഷനേറ്റ് കൺസോൾട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് ആസ് പെർ AS 27. ദെൻ ഇൻഡേസ് അപ്രോച്ച്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ അപ്രോച്ച് മനസ്സിലാക്കി. ഇനി ഇൻഡേസ് അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, അണ്ടർ ദ കമ്പനീസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റൂൾ 2015, മറ്റേ 2006 ആയിരുന്നു കേട്ടോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾ. ഇതിലെങ്ങനെയാ വെച്ചാൽ സബ്സിഡറി എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ കൺസോളിഡേറ്റഡ് ആസ് പെർ ഇൻഡേസ് 110 ഓൺ എ ലൈൻ ബൈ ലൈൻ ബേസ്. അപ്പോൾ 110 ഇൻഡേസ് 110 പ്രകാരം ലൈൻ ബൈ ലൈൻ ബേസിലാണ് നമ്മൾ സബ്സിഡറി ചെയ്യുക. ഗുഡ് വിൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഇൻഡേസ് 103 പ്രകാരമാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ജോയിൻ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമ്മളെന്താണ് ഇൻഡേസ് 111 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ലൈക്ക് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ സബ്സിഡറി പാരൻറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ബാലൻസ് ആൻഡ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ഡിഫേർഡ് ടാക്സ് ആർ എലിമിനേറ്റഡ് ആസ് പെർ ഇൻഡേസ് 110 പ്രകാരമാണ് 110 പ്രകാരമാണ് എന്ത് ചെയ്യുക എലിമിനേറ്റ് ചെയ്യുക. ദെൻ ബിസിനസ് കോമ്പിനേഷൻ അണ്ടർ കോമൺ കൺട്രോളുള്ള ബിസിനസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക യൂസ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആസ് പെർ ഇൻഡേസ് 103. അപ്പോൾ ഈ ഓരോ മെത്തേഡിലാണ് നമ്മൾ ഇൻഡേസ് പ്രകാരം നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യുക. ദെൻ സ്റ്റേജ് വൈസ് അക്വിസിഷൻ എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജിലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നതെങ്കിലും അതും എന്താണ് അത് നമ്മൾ ഇൻഡേസ് 103 പ്രകാരമാണ് ചെയ്യുക. ഇഫ് അക്വയർഡ് ഇൻ സ്റ്റെപ്സ് പ്രീവിയസ്ലി ഹെൽഡ് ഇൻട്രസ്റ്റ് ഇസ് റീമെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ ആൻഡ് ഗെയിൻ ഓർ ലോസസ് റെക്കഗ്നൈസ്ഡ്. ഇത് നമ്മൾ ഇൻഡേസ് 3 പഠിക്കുക, നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കാനുണ്ട് ഈ കാര്യങ്ങൾ. ദെൻ ഓഡിറ്റ് വെരിഫിക്കേഷൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. The auditor should check whether all requirements adjustments are എന്ന് വെച്ചാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ആർ മെയ്ഡ് അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ പ്രോപ്പർലി അപ്രൂവ്ഡ് ബൈ മാനേജ്മെൻറ്റ്, അതെന്താണ് മാനേജ്മെൻറ്റ് പ്രോപ്പർലി അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ ക്ലാസിഫൈഡ് ആസ് പെർമനൻറ്റ് ഓർ കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ ഇൻക്ലൂഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ ദീസ് മേ നോട്ട് ക്വാളിഫൈ ആസ് സബ്സിഡറി. അപ്പോൾ സബ്സിഡറി ആയിട്ട് ക്വാളിഫൈ ചെയ്യാത്ത എൻറ്റിറ്റീസ് ആണ് ഓഫ് ബാലൻസ് ഷീറ്റ് എൻറ്റിറ്റീസ്, ബട്ട് മേ ട്രാൻസ്ഫർ റിസ്ക് ടു ദ പാരൻറ്റ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അവർ. എക്സാമ്പിൾ എ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി യൂസ് ടു ഹോൾഡ് ബാഡ് ലോൺസ് മേ നോട്ട് ബി കൺസോളിഡേറ്റഡ്. അപ്പോൾ ഒരു ബാഡ് ലോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി എന്താണ് അത് കൺസോളിഡേറ്റ് ചെയ്യില്ല, ബട്ട് ദ റിസ്ക് ഷുഡ് ബി ഡിസ്ക്ലോസ്. ആ റിസ്ക് എന്ത് ചെയ്യും ഡിസ്ക്ലോസ് ചെയ്യും. ദെൻ ചെക്ക് ഫോർ ഡിഫാക്ടോ കൺട്രോൾ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഈവൻ വിത്തൗട്ട് ഡയറക്റ്റ് ഓണർഷിപ്പ്, ഒരു ഡയറക്റ്റ് ഓണർഷിപ്പ് നമുക്കില്ല, പക്ഷേ എ കമ്പനി മേ കൺട്രോൾ അനദർ എൻറ്റിറ്റി ത്രൂ അറേഞ്ച്മെൻറ്റ്സ് വഴി എന്താണ് അനദർ എൻറ്റിറ്റീനെ കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഇഫ് എ കമ്പനി കൺട്രോൾസ് ദ ബോർഡ് ഓഫ് അനദർ എൻറ്റിറ്റി ത്രൂ നോമിനി ഡയറക്ടേഴ്സ്. അപ്പോൾ നോമിനി ഡയറക്ടേഴ്സ് വഴി എന്താണ് കമ്പനി മറ്റൊരു എൻറ്റിറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അതും നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിരിക്കണം. ഡിഫാക്ടോ കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൺസോളിഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പാരൻറ്റ് കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ കഴിഞ്ഞു, ഓഡിറ്റ് കൺസിഡറേഷൻ ഇൻ CFS കഴിഞ്ഞു, ഓഡിറ്റിംഗ് ദ കൺസോൾട്ടേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത് സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ കൺസോൾട്ടേഷൻ. അപ്പോൾ കൺസോൾട്ടേഷനിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉള്ളത്? അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത് പെർമനൻറ്റ് കൺസോൾട്ടേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. These adjustments are made only when there is change in shareholding of an entity. അപ്പോൾ ഒരു എൻറ്റിറ്റീൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. എന്ത് പെർമനൻറ്റ് കൺസോൾട്ടേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കുക? ഷെയർ ഹോൾഡിങ്ങിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ. ടൈപ്സ് ഓഫ് പെർമനൻറ്റ് കൺസോൾട്ടേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് എന്ത് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഡിറ്റർമിനേഷൻ. ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഡിറ്റർമിനേഷൻ.
കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ബേസ്ഡ് ഓൺ അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡേസ് ആണെങ്കിൽ ഇൻഡേസ് 103 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ നോക്കി ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അപ്ലിക്കബിൾ ആയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അത് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് പാരൻറ്റ് കമ്പനി എക്വയർസ് സബ്സിഡറി ഫോർ 10 lakh, 10 ലക്ഷത്തിനാണ് എന്ത് വാങ്ങിയത്? ഒരു പാരൻറ്റ് കമ്പനി ഒരു സബ്സിഡിയാണ് വാങ്ങിയത്. ആൻഡ് ഇറ്റ്സ് നെറ്റ് അസെറ്റ് വർത്ത് 8 lakh. അപ്പോൾ ആ സബ്സിഡീൻ്റെ നെറ്റ് അസെറ്റ് എത്രയാണ്? 8 lakh മാത്രമേ ഉള്ളൂ. 8 ലക്ഷത്തിൻ്റെ സാധനം നമ്മൾ എന്താണ് 10 ലക്ഷത്തിന് വാങ്ങുകയാണെങ്കിൽ ദ എക്സസ് 2 lakh എന്താണത്? അത് നമ്മളുടെ ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ നമ്മുടെ അഹങ്കാരം എന്ന് വെച്ചാൽ 8 ലക്ഷത്തിൻ്റെ സാധനം നമ്മൾ 10 ലക്ഷത്തിന് വാങ്ങുകയാണ്. 2 ലക്ഷം നമ്മൾ എക്സ്ട്രാ വെറുതെ കൊടുക്കുകയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾക്ക് അത്രയും കൊടുക്കാൻ ആസ്തിയുണ്ട്. നമ്മളുടെ ഗുഡ് വില്ലാണ് കാണിക്കുന്നത്. ഇനി അങ്ങനെയല്ല, 8 ലക്ഷത്തിൻ്റെ സാധനം നമ്മൾ എന്താണ് 6 ലക്ഷത്തിനാണ് വാങ്ങുന്നത്. എന്താണ് ഇത്? നമ്മളുടെ ബാർഗെയിനിങ് പവറാണ്. വി ആർ ബൈയിങ് സംതിങ് ഫോർ ലെസ് എമൗണ്ട്. അത് നമ്മളുടെ ബാർഗെയിനിങ് പവറാണ്. ആ ബാർഗെയിനിങ് പവറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ റിസർവ് എന്ന് വിളിക്കുക. ഈ ടോപ്പിക്ക് നമുക്ക് ഇൻഡേസിലുള്ള ടോപ്പിക്കാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ. ദെൻ ഇക്വിറ്റി ഫോർ മൈനോറിറ്റി ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. മൈനോറിറ്റി അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വിറ്റി. ഐഡൻറ്റിഫൈ ദ ഷെയർ ഓഫ് ഇക്വിറ്റി ദാറ്റ് ബിലോങ്സ് ടു മൈനോറിറ്റി ഷെയർ ഹോൾഡർ. അപ്പോൾ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്താണ് ഇക്വിറ്റി നമ്മൾ അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് നമ്മൾ കമ്പ്യൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ പാരൻറ്റ് ഹോൾഡ് 80% ഓഫ് ഷെയർ ഹോൾഡ് സബ്സിഡറി. അപ്പോൾ സബ്സിഡറിൻ്റെ എന്താണ് 80% ആണെന്ത് പാരൻറ്റ് ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ബാക്കി 20% മറ്റാരോ അല്ലേ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് എന്തുണ്ടോ? അവർക്ക് കൺട്രോൾ ഉണ്ടോ? അവർക്ക് മൈനോറിറ്റി കൺട്രോൾ മാത്രമേ ഉള്ളൂ. മെജോറിറ്റി കൺട്രോൾ ആരാ ഹോൾഡ് ചെയ്യുന്നത്? നമ്മളാണ്. സോ മൈനോറിറ്റി കൺട്രോളുള്ള അവരെ വിളിക്കുന്ന പേരാണെന്ത്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇൻഡേസിൽ നമ്മൾ FRൽ പഠിക്കുന്ന ടോപ്പിക്കാണത്. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ വെച്ചാൽ വെരിഫൈ ഗുഡ് വിൽ ആൻഡ് ഇക്വിറ്റി കാൽക്കുലേഷൻ. അപ്പോൾ ഇക്വിറ്റി കാൽക്കുലേഷനും ഗുഡ് വിൽ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ദെൻ ചെക്ക് പ്രീ അക്വിസിഷൻ റിസർവ്. അക്വയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റിസർവ് ഉണ്ടോ കാര്യം ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ അലോക്കേഷൻ ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. പാരൻറ്റിൻ്റെയും മൈനോറിറ്റി ഇൻട്രസ്റ്റും തമ്മിൽ എന്താണ് അലോക്കേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് റിസർവ്സ് ബിഫോർ അക്വിസിഷൻ വർ 1 lakh. അപ്പോൾ നമ്മൾ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള റിസർവ് എന്താണ് 1 lakh ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു 80% ആർക്കാണ്? നമ്മളും 20% ആരാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 lakh ആണ് റുപ്പീസ് ഉള്ളെങ്കിൽ നമ്മൾ 80,000 നമ്മളുടെ ഷെയറാണ്, 20,000 എന്താണ് അവരുടെ ഷെയറാണ്. എൻഷുർ ഡിവിഷൻ ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് മൈനോറിറ്റി. കറക്റ്റ് ഡിവിഷൻ ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് മൈനോറിറ്റി. സോ അതാണ് പെർമനൻറ്റ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ ഗ്രൂപ്പ് ഓഡിറ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഗ്രൂപ്പ് ഓഡിറ്റ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓഡിറ്റർ മസ്റ്റ് വെരിഫൈ ചേഞ്ചസ് ഡ്യൂ ടു ന്യൂ ഷെയർ അക്വിസിഷൻ ഓർ ഡിസ്പോസൽ ഓഫ് സബ്സിഡറി. അപ്പോൾ ഓഡിറ്റർ എന്ത് വെരിഫൈ ചെയ്യണം? ചേഞ്ച് ഇൻ ന്യൂ ഷെയർ അക്വിസിഷൻ, പുതിയൊരു ഷെയർ വാങ്ങിയത് പ്രകാരമുള്ള ചേഞ്ചോ അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് സബ്സിഡറി പ്രകാരമുള്ള ചേഞ്ചോ ഓഡിറ്റർ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഇഫ് ഗുഡ് വിൽ അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് ഗുഡ് വിൽ അറൈസ് ഫോർ 1 സബ്സിഡറി ആൻഡ് ക്യാപിറ്റൽ റിസർവ് ഫോർ അനദർ ദേ മേ ബി നെറ്റ് ഓഫ്. അപ്പോൾ നമ്മളെന്താണ്? നമ്മൾ 2 കമ്പനീസ് വാങ്ങി. ഒരു കമ്പനി വാങ്ങുമ്പോൾ നമുക്ക് എന്താണ് 2 lakh ഗുഡ് വില്ല് വന്ന്, മറ്റേ കമ്പനി വാങ്ങിയപ്പോൾ നമുക്ക് 2 lakh എന്താണ് ക്യാപിറ്റൽ റിസർവ് വന്നെന്ന് വിചാരിക്കുക. 2 lakh സോറി അവിടെ ഇരുന്ന് പറഞ്ഞ് ആ ഒരു കമ്പനി വാങ്ങിയപ്പോൾ നമുക്ക് 2 lakh എന്താണ് ഗുഡ് വില്ല് വന്ന്, മറ്റേ കമ്പനിയാക്കി നമുക്ക് 3 lakh എന്താണ് ക്യാപിറ്റൽ റിസർവ് വരികയാണെങ്കിൽ നെറ്റായിട്ട് നമുക്ക് 1 lakh ക്യാപിറ്റൽ റിസർവ് എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, നെറ്റ് ഓഫ് ആണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, 5 lakh ഗുഡ് വിൽ ഇൻ കമ്പനി എ ആൻഡ് 3 lakh ക്യാപിറ്റൽ റിസർവ് ഇൻ കമ്പനി ബി ആണെങ്കിൽ നമ്മൾ 2 lakh ആണ് ഗുഡ് വില്ലായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ കറൻറ്റ് പീരീഡ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കറൻറ്റ് പീരീഡ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫോർ ദ കറൻറ്റ് അക്കൗണ്ടിങ് പീരീഡ് വൈൽ കൺസോളിഡേറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് പീരീഡിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നടത്തുക, അതാണത്. സോ ഫസ്റ്റ് ടൈപ്സ് ഓഫ് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളതെന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ. ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസിൻ്റെ എലിമിനേഷൻ. റിമൂവ് ട്രാൻസാക്ഷൻ വിത്തിൻ ദ ഗ്രൂപ്പ്.
അപ്പോൾ എന്താണ് ആ ഒരു ട്രാൻസാക്ഷൻ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ലൈക്ക് ഇൻട്രസ്റ്റ് മാനേജ്മെൻറ്റ് ഫീ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതെന്താണ്, അത് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇഫ് പാരൻറ്റ് പേസ് സബ്സിഡറി 50,000 ആസ് റെൻറ്റ്, ദിസ് റിമൂവ്ഡ് ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ്. ഓക്കെ. ദെൻ അൺറിയലൈസ്ഡ് ഇൻട്രാ ഗ്രൂപ്പ് പ്രോഫിറ്റ്. അപ്പോൾ ഇൻട്രാ ഗ്രൂപ്പ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആൾ എ എന്ന് പറഞ്ഞ ഒരാൾ എന്താണ് ബിക്ക് 20 രൂപേൻ്റെ സ്റ്റോക്കിൻ്റെ സാധനം 30 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 10 രൂപ എന്താണ് ഇയാൾക്ക് പ്രോഫിറ്റാണ്. പക്ഷേ ഇത് രണ്ടും മെർജ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു പ്രോഫിറ്റ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലേ. സോ അതെന്ത് ചെയ്യണം, നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. സോ എലിമിനേറ്റ് എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, ഇൻട്രാ ഗ്രൂപ്പ് പ്രോഫിറ്റ്. റിമൂവ് പ്രോഫിറ്റ് ഓൺ അസെറ്റ്സ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സബ്സിഡറീസ്. എക്സാമ്പിൾ, ഇഫ് സബ്സിഡറി എ സെൽസ് ഇൻവെൻട്രി ടു സബ്സിഡറി ബി അറ്റ് 1 lakh വിത്ത് 20,000 പ്രോഫിറ്റ്. അപ്പോൾ 20,000 പ്രോഫിറ്റിൽ വിൽക്കുകയാണെങ്കിൽ ദ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ദെൻ ഡിഫേർഡ് ടാക്സ് ഓൺ ഇൻട്രാ ഗ്രൂപ്പ് പ്രോഫിറ്റ്. ഇൻട്രാ ഗ്രൂപ്പ് പ്രോഫിറ്റിലെ ഡിഫേർഡ് ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. റെക്കോർഡ് ഡിഫേർഡ് ടാക്സ് ആസ് പെർ ഇൻഡേസ് 12. അപ്പോൾ ഇൻഡേസ് 12 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിഫേർഡ് ടാക്സ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇസ് ടാക്സബിൾ ലേറ്റർ, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഈസ് റെക്കോർഡ്. ദെൻ ഇൻട്രാ ഗ്രൂപ്പ് ഇൻഡെപ്റ്റഡ്നെസ്. ഒരാൾ കടം വാങ്ങുകയാണ്, മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, റിമൂവ് ലോൺ ആൻഡ് അഡ്വാൻസ് ബിറ്റ്വീൻ ഇൻട്രാ ഗ്രൂപ്പ് കമ്പനി. അവർ നമ്മളെങ്കിൽ ലോൺ കൊടുക്കലും വാങ്ങലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വെട്ടിപ്പോക്കണം നമ്മൾ CFS ഉണ്ടാക്കുന്ന സമയത്ത്. എക്സാമ്പിൾ, ഇഫ് പാരൻറ്റ് ഗീവ് സബ്സിഡറി 5 lakh ആസ് ലോൺ, ഇറ്റ് ഈസ് എലിമിനേറ്റഡ്. അത് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ദെൻ ഹാർമണൈസിങ് അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസി എന്ത് ചെയ്യണം, ഹാർമണൈസ് ചെയ്യണം. അഡ്ജസ്റ്റ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് അമംഗ് ഗ്രൂപ്പ് എൻറ്റിറ്റി. അപ്പോൾ ഗ്രൂപ്പ് എൻറ്റിറ്റീസ് എന്താണ്, വേറെ വേറെ അക്കൗണ്ടിങ് പോളിസീസ് ആണ് ഫോളോ ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഹാർമണൈസ് ചെയ്യണം. ഇഫ് പാരൻറ്റ് ഫോളോ ഫിഫോ ആൻഡ് സബ്സിഡറി ഫോളോ ലിഫോ. പാരൻറ്റ് ഫിഫോ സബ്സിഡറി ലിഫോ ആണെങ്കിൽ, ലിഫോ ഇപ്പോൾ ഇല്ല എന്നാലും എക്സാമ്പിൾ പറഞ്ഞത് മാത്രം, ലിഫോ ആണെങ്കിൽ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ സബ്സിഡറി ഇവൻറ്റ്സ്, റെക്കഗ്നൈസ് ട്രാൻസാക്ഷൻ. അപ്പോൾ സബ്സിക്വൻറ്റ് ഇവൻറ്റ്സിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. റെക്കഗ്നൈസ് ട്രാൻസാക്ഷൻ ഒക്യൂർഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഒക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ഇഫ് എ ഫയർ ഡാമേജസ് അസെറ്റ് ആഫ്റ്റർ ദ ഇയർ എൻഡ് ബട്ട് ബിഫോർ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇയർ എൻഡിന് ശേഷം പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിന് മുമ്പ് എന്താണ് ഒരു ഫയർ നടന്നിട്ട് അസറ്റുകളൊക്കെ വളരെ ഇതായിട്ട് ഡാമേജ് ആയിപ്പോയി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സാധനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് മേ ബി റിക്വയർഡ്. ദെൻ ടൈപ്സ് ഓഫ് സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ്. സബ്സിക്വൻറ്റ് ഇവൻറ്റ്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സും നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആണ് എന്താണ് സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ്. നമ്മൾ പറഞ്ഞ് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, FSലേക്ക് കൊണ്ടുവരണം. നോൺ അഡ്ജസ്റ്റിംഗ് ആണെങ്കിൽ അത് കൊണ്ടുവരണ്ട. ഇവൻറ്റ്സ് ദാറ്റ് കൺഫേം എക്സിസ്റ്റിംഗ് കണ്ടീഷൻ അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഓൾറെഡി ഉള്ളൊരു കണ്ടീഷൻ അതെന്താണ്, അത് കൺഫേം ചെയ്യുന്നൊരു ഇവൻ്റ് ആണെന്ന് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. എ ലീഗൽ കേസ് സെറ്റിൽഡ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ബട്ട് റിലേറ്റഡ് ടു എ പാസ്റ്റ് ഇവൻറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ സമയത്ത് എന്തുണ്ട്, ഈ ഒരു ലീഗൽ കേസ് ഉണ്ട്, പക്ഷേ അത് സെറ്റിൽ ചെയ്തത് എന്താണ്, ബാലൻസ് ഷീറ്റിന് ശേഷമാണ്. സോ അങ്ങനത്തെ ഒരു എക്സിസ്റ്റിംഗ് കണ്ടീഷൻ കൺഫേം ചെയ്യുന്ന ഇവൻ്റാണ് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. ഇനി നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് എന്ന് വെച്ചാൽ ഇവൻറ്റ് ദാറ്റ് അറൈസ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ദാറ്റ് ഡു നോട്ട് റിക്വയർ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം നടക്കുന്ന ഒരു ഇവൻറ്റ്, പക്ഷേ എന്ത് വേണ്ട, അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ട. എക്സാമ്പിൾ, അനൗൺസ്മെൻറ്റ് ഓഫ് മേജർ അക്വിസിഷൻ ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇഫ് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ഡിസ്ക്ലോഷർ ഈസ് റിക്വയർഡ്. അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് വേണം, അതിൻ്റെ നേച്ചറും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റും. ദെൻ അതർ കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. മറ്റ് കറൻറ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. ഇഫ് സബ്സിഡറി ഹാസ് ഡിഫറെൻറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ്സ് അഡ്ജസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് എ പാരൻസ് ഇയർ എൻഡ് ഈസ് 31st മാർച്ചാണ്. ഒരു പാരൻ്റെ ഇയർ എന്ന് വെച്ചാൽ 31st മാർച്ചാണ്, പക്ഷേ സബ്സിഡി വെച്ചാൽ ഡിസംബർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യണം. സോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ട്രാൻസാക്ഷൻ ഫ്രം ജാനുവരി ടു മാർച്ച് ആർ നീഡഡ്. ദെൻ ഫോറിൻ സബ്സിഡറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കൺവേർട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പാരൻസ് ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോറിൻ സബ്സിഡറി ആണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ പാരൻറ്റിൻ്റെ FS പ്രകാരമുള്ള ഗ്യാപ്പിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. Example, a US subsidiary using US GAAP must convert to Ind AS if parent follows Ind AS. Then movement in minority interest. Minority interest എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. Adjust for change in non-controlling interest from acquisition to reporting date. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മാറ്റുണ്ടെങ്കിൽ ലൈക്ക്
ഇഫ് മൈനോറിറ്റി സ്റ്റേക്ക് വാസ് 20% ഇനീഷ്യലി, ആദ്യം 20% ആയിരുന്നു മൈനോറിറ്റി ഇൻട്രസ്റ്റ്, പക്ഷേ എന്താണ് ലേറ്റർ ഇൻക്രീസ് ടു 30%, എന്താണ് അത് 30% ആയിട്ട് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തണം. ദെൻ ഡിഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ് ഡിഫേർഡ് ടാക്സ് ഫോർ ഇൻട്രാ ഗ്രൂപ്പ് പ്രോഫിറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഇഫ് 2 lakh unrealized profit is taxable later, deferred tax liability must be accounted for. Then auditors review of consolidation adjustments. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഒരു കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഐദർ പെർമനൻറ്റ് ഓർ കറൻറ്റ് പീരിയഡ്, അത് ഓഡിറ്റർ റിവ്യൂ ചെയ്യണം. സോ ദ റിവ്യൂ മെമ്മോറാണ്ടം റെക്കോർഡ്സ് വെർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള മെമ്മോറാണ്ടം റെക്കോർഡ്സ് എന്ത് ചെയ്യണം, ഓഡിറ്റർ റിവ്യൂ ചെയ്യണം. ദെൻ വെരിഫൈ എലിമിനേഷൻസ് ഓഫ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. ദെൻ എൻഷുർ യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ഓൾ ഗ്രൂപ്പ് എൻറ്റിറ്റീസ്. ദെൻ ചെക്ക് ദാറ്റ് ദ ഡിസ്ക്ലോഷേഴ്സ് റിക്വയർമെൻറ്റ് അണ്ടർ AS 21 അല്ലെങ്കിൽ IND-AS 110 അത് നടത്തി മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. എന്താണ് AS 21 പ്രകാരം IND-AS 110 പ്രകാരമുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ എൻഷുർ ഡിഫേർഡ് ടാക്സ് കാൽക്കുലേഷൻസ് ആർ ആക്യുറേറ്റ്. ദെൻ ഇമ്പയർമെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ ഈസ് ടെസ്റ്റഡ് ഫോർ ഇമ്പയർമെൻറ്റ് ആനുവലി. അപ്പോൾ നമ്മൾ എന്താണ് IND-AS 36 പ്രകാരം ഇമ്പയർമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഗുഡ്വിൽ എന്ത് ചെയ്യും, നമ്മൾ ആനുവലി ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യും. ഇഫ് ഇമ്പയർമെൻറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ്, റിവ്യൂ ഹൗ ദ ലോസ് ഇസ് കാൽക്കുലേറ്റ്, എങ്ങനെയാണ് ആ ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ റിവ്യൂ ചെയ്യണം. കറക്റ്റായ രീതിയിലാണോ, IND-AS പ്രകാരമാണോ ചെയ്തിട്ടുള്ള കാര്യം നോക്കണം. എക്സാമ്പിൾ, ഇഫ് ഗുഡ്വിൽ വാസ് 10 lakh, ഗുഡ്വിൽ 10 ലക്ഷമാണ് ആൻഡ് നൗ വർത്ത് 7 lakh. ഇപ്പോൾ 7 lakh ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 lakh നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസിൽ കാണിക്കണം. ഇഫ് ഗുഡ്വിൽ ഇമ്പയർമെൻറ്റ് ഇസ് ഇൻ ഫോറിൻ കറൻസിയിലാണെങ്കിൽ ചെക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്യൂ ടു എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൺസിഡർ ചെയ്യണം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പറേഷൻ ഫോർ കൺസോളിഡേഷൻ. എ സബ്സിഡറീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് മാച്ച് ദ പാരൻറ്റ്സ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ ഒരു സബ്സിഡറീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, പാരൻറ്റിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റുമായിട്ട് മാച്ച് ചെയ്യണം. എക്സെപ്ഷൻ അലൗഡ് അപ് ടു 3 months ഫോർ IND-AS ആൻഡ് 6 months ഫോർ AS. അതാണ് ASലാണെങ്കിൽ 6 monthsൻ്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, IND-ASൻ്റെ കേസിലാണെങ്കിൽ 3 monthsൻ്റെ എക്സെപ്ഷനാണ് അലൗ ചെയ്യുന്നുള്ളത്. സോ ഇഫ് റിപ്പോർട്ടിംഗ് ഡേറ്റ്സ് ഡിഫർ, അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റുകളിൽ മാറ്റമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ റിക്വയർഡ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷനിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്പം വേണം. എന്ന് വെച്ചാൽ നമ്മൾ 3 months IND-ASലും 6 months ASലും പറയുന്നുണ്ട്, എക്സെപ്ഷൻസ് അലൗ ചെയ്യുന്നുണ്ട്. ആൻഡ് റിപ്പോർട്ടിംഗ് ഡേറ്റ്സിൽ എന്തെങ്കിലും മാറ്റമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ റിക്വയർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓർഡർ ഷുഡ് ചെക്ക് കൺസിസ്റ്റൻസി ഇൻ റിപ്പോർട്ടിംഗ് പീരീഡ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ആ കാര്യം ഓർഡർ ചെക്ക് ചെയ്യണം. ആൻഡ് വെദർ ചേഞ്ചസ് ഇമ്പാക്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതേമാതിരി തന്നെ ഈ ഒരു മാറ്റങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ നോക്കണം. ദെൻ ഡിസ്ക്ലോഷേഴ്സ് ഇൻ CFS, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഡിസ്ക്ലോഷേഴ്സ് റിലവൻറ്റ് ഓൺലി ടു CFS ഷുഡ് ബി ഇൻക്ലൂഡ്. അപ്പോൾ CFSൽ റിലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് മാത്രം എന്ത് കാണിക്കുക, ഇതിൽ കാണിക്കുക. നോട്ട് റിപ്പീറ്റഡ് ഫ്രം സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് എന്തിൽ കാണിക്കേണ്ട, CFSൽ കാണിക്കേണ്ട. ഓക്കെ. ദെൻ ഷെഡ്യൂൾ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ നമ്മൾ ഈ ഒരു CFSൽ മാത്രം കാണിക്കുന്ന ഡിസ്ക്ലോഷേഴ്സ് നമ്മൾ ഏതിൽ കാണിക്കും, നമ്മൾ കാരോ 2020 പാര 3ൻ്റെ ക്ലോസ് 21 നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യും, CFSലുള്ള ഈ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ ചാപ്റ്റർ 7 നമ്മൾ ഓൾറെഡി നോക്കിയ ടോപ്പിക്കാണത്. ദെൻ ഷെഡ്യൂൾ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് റിക്വയർസ് ഡിസ്ക്ലോഷേഴ്സ് റിലവൻറ്റ് ടു കൺസോളിഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഷെഡ്യൂൾ 3 എന്തും പറഞ്ഞിട്ട് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വേണ്ട ഡിസ്ക്ലോഷേഴ്സും ഷെഡ്യൂൾ 3 മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് മാത്രമല്ല ഡിസ്ക്ലോഷേഴ്സും മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ എക്സാമ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് നോട്ട് റിക്വയർഡ് ഇൻ CFS. അപ്പോൾ CFSൽ റിക്വയർ ചെയ്യാത്ത ഡിസ്ക്ലോഷേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സോഴ്സ് ഓഫ് ബോണസ് ഷെയറിൻ്റെ സോഴ്സ് എന്താണ് CFSൽ കാണിക്കേണ്ട. ദെൻ ഡീറ്റെയിൽസ് ഓഫ് അൺയൂട്ടിലൈസ്ഡ് IPO ഫണ്ട് അത് കാണിക്കേണ്ട. ദെൻ ഇൻഫർമേഷൻ റിക്വയർഡ് അണ്ടർ MSME ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള
ഇൻഫർമേഷൻ നമുക്ക് എന്താണ് കാണിക്കേണ്ട CFS കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പാരൻറ്റ് ആൻഡ് സബ്സിഡറി, പാരൻറ്റിൻ്റെയും സബ്സിഡറിൻ്റെയും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ CIF വാല്യൂ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ ഫോറിൻ കറൻസി അത് കാണിക്കേണ്ട. ദെൻ ഏർണിങ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, എക്സ്പോർട്സ്, റോയൽറ്റി ആൻഡ് ഡിവിഡൻസ് ഇതൊന്നും നമ്മൾ എന്താണ് CFS ഡിസ്ക്ലോസ് ചെയ്യേണ്ട. നോട്ട്, ദ ഓഡിറ്റർ മസ്റ്റ് സ്റ്റിൽ എൻഷ്യൂർ കംപ്ലയൻസ് വിത്ത് അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലോ വൈൽ ഒമിറ്റിംഗ് നെസസറി ഡിസ്ക്ലോഷർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ അപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓഡിറ്റർ എൻഷ്യൂർ ചെയ്യണം, ഈവൻ വെൻ വി ആർ നോട്ട് ഡിസ്ക്ലോസിങ് ദ അബോവ് മെൻഷൻഡ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ, റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ, സ്പെഷ്യൽ കൺസേഷൻ ഓഫ് CFS ആൻഡ് ഓഡിറ്റിംഗ് ഇൻ എന്താ പറയുക സ്പെഷ്യൽ കൺസേഷൻ അല്ല, ഓഡിറ്റിംഗ് ഓഫ് CFS, ഓഡിറ്റിംഗ് ഓഫ് CFS പ്രൊസീജിയർ, പ്രോസസ്, ദെൻ സ്പെഷ്യൽ കൺസേഷൻ. ഈ ഇത്രയും ടോപ്പിക്ക് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണെന്ത്, മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ SA 580 written representation. The auditor must obtain written confirmation from management and governance representing regarding their responsibility for consolidated financial statement. അപ്പോൾ CFSലുള്ള മാനേജ്മെൻറ്റിൻ്റെയും ഗവർണൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണം, റിട്ടേൺ കൺഫർമേഷൻ ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. These statements confirm that CFS is prepared according to applicable financial reporting standard and has been approved by the parent company's management. അപ്പോൾ ഈ ഒരു റിട്ടേൺ കൺഫർമേഷനിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, CFS പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്താണ്, അപ്ലിക്കബിൾ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം, അതേമാതിരി തന്നെ ഇത് പാരൻറ്റ് കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് അപ്രൂവും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എന്താണ് ഈ ഒരു കൺഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദെൻ കീ ആസ്പെക്ട്സ് ഓഫ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. റിട്ടേൺ റെപ്രസെൻറ്റേഷൻസിൻ്റെ കീ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ്നെസ് ഓഫ് കമ്പോണൻറ്റ് ഇൻ CFS. അപ്പോൾ CFSലുള്ള കമ്പോണൻസ് എന്താണ്, കംപ്ലീറ്റ് ആണ്. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് മസ്റ്റ് കൺഫേം ദാറ്റ് ഓൾ റിലവൻറ്റ് കമ്പോണൻസ്, എല്ലാ കമ്പോണൻസും ലൈക്ക് സബ്സിഡറി, ജോയിൻറ്റ് വെഞ്ചർ ആൻഡ് അസോസിയേറ്റ് അതെല്ലാം എന്താണ് CFSൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാനേജ്മെൻറ്റ് കൺഫേം ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് കമ്പനി ഹാസ് 3 സബ്സിഡറി, ഓൾ മസ്റ്റ് ബി അക്കൗണ്ടഡ് ഫോർ ഇൻ CFS. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്. റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മാനേജ്മെൻറ്റ് ഷുഡ് ഐഡൻറ്റിഫൈ ബിസിനസ് സെഗ്മെൻറ്റ്സ് ഫോർ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് സെഗ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഓപ്പറേറ്റ്സ് ഇൻ എ മാനുഫാക്ചറിംഗ് ആൻഡ് റീറ്റെയിൽ, ബോത്ത് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ്ഡ്. ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റിലേറ്റഡ് പാർട്ടി ആൻഡ് ദെയർ ട്രാൻസാക്ഷൻ. എല്ലാ റിലേറ്റഡ് പാർട്ടിയും അവരുടെ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഏതിൽ, CFSൽ. അതും എന്താണ് കൺഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇഫ് എ സബ്സിഡറി പ്രൊവൈഡ്സ് ലോൺ ടു ഇറ്റ്സ് പാരൻറ്റ് കമ്പനിക്ക് ലോൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യം റിപ്പോർട്ട് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ്. ദെൻ പെർമനൻറ്റ് ആൻഡ് കറൻറ്റ് പീരീഡ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ, പെർമനൻറ്റ് ആൻഡ് കറൻറ്റ് പീരീഡ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, അതും ഈ ഒരു റിട്ടേൺ കൺഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. കൺഫേം കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എലിമിനേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കംപ്ലീറ്റ്നെസ്സും ആക്യുറസി എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ലൈക്ക് ഇഫ് പാരൻറ്റ് സെൽസ് ഗുഡ്സ് ടു സബ്സിഡറി അറ്റ് പ്രോഫിറ്റാണ് വിറ്റെങ്കിൽ എന്താണ്, ആ പ്രോഫിറ്റ് എലിമിനേറ്റ് ചെയ്യണം, മസ്റ്റ് ബി എലിമിനേറ്റഡ് ഫ്രം CFS. ഓക്കെ, സോ അതാണ് മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ അക്കോർഡിംഗ് ടു SA 580. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, റിപ്പോർട്ടിംഗ്. CFS നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ടിംഗ് ഇൻ CFS. So, the auditor must follow specific reporting guidelines based on whether they audit all components or rely on other auditor. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം ബേസ്ഡ് ഓൺ സ്പെസിഫിക് റിപ്പോർട്ടിംഗ് ഗൈഡ്ലൈൻസ്. ഈ സ്പെസിഫിക് റിപ്പോർട്ടിംഗ് ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം ഓഡിറ്റർ എന്ത് ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ അതെന്തും കൂടി ബേസിലാണ്, എന്തിൻ്റെയും കൂടി ബേസിലായിരിക്കും, ബേസ്ഡ് ഓൺ വെദർ നമ്മളെല്ലാ കമ്പോണൻസും ഒരു സെയിം ഓഡിറ്ററാണോ ഓഡിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് യൂസ് ചെയ്തതാണോ എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ എന്താണ് റിപ്പോർട്ട് മാറുക. സോ ദ റിപ്പോർട്ടിംഗ് ഈസ് ഗവേൺഡ് ബൈ SA 700, SA 705, SA 706 ആൻഡ് SA 600. അപ്പോൾ 700 എന്താണ് റിപ്പോർട്ടിൻ്റെ സെക്ഷനാണ്. 705 എന്ന് വെച്ചാൽ ഇത് അൺമോഡിഫൈഡ് സെക്ഷനാണ് മെയിനായിട്ട്, അതാണ് ഇതിൽ പറയുന്നത്, ആ ഒപ്പീനിയനാണ് പറയുന്നത്. 705 എന്ന് വെച്ചാൽ മോഡിഫൈഡ് ഒപ്പീനിയൻ, 706 എന്ന് വെച്ചാൽ എംഫസിസ് അല്ലെങ്കിൽ അതർ മാറ്റർ,
600 വെച്ചാൽ യൂസിങ് ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. അപ്പോൾ ഈ 4 സ്റ്റാൻഡേർഡ്സിൻ്റെയും ബേസിലായിരിക്കണം റിപ്പോർട്ട് വേണ്ടത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് സിറ്റുവേഷൻസ് ഇൻ കൺസോളിഡേറ്റഡ് ഓഡിറ്റ് റിപ്പോർട്ട്. സോ എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു CFS ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? CFS ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പാരൻറ്റ്സ് ഓഡിറ്റ് ഓൾ കമ്പോണൻസ്. എല്ലാ കമ്പോണൻസും ആരാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്? പാരൻ്റ് ഓഡിറ്റർ തന്നെയാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രൈമറി ഓഡിറ്റർ തന്നെയാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ ഓഡിറ്റർ ഫോളോസ് സ്റ്റാൻഡേർഡ്സ് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ആൻഡ് ഇഷ്യൂ ആൻ ഒപ്പീനിയൻ ഓൺ വെദർ ദ CFS പ്രസൻറ്റഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഇപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഓഡിറ്റർ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ്സ് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ഫോളോ ചെയ്തിട്ട് ഒരു ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യണം. ഇത് CFS ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ പ്രസൻറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട്. ദെൻ പാരൻ്റ് ഓഡിറ്റർ ഡസ് നോട്ട് ഓഡിറ്റ് ഓൾ കമ്പോണൻസ്. എല്ലാ കമ്പോണൻസും പാരൻ്റ് ഓഡിറ്റർ അല്ല ഓഡിറ്റ് ചെയ്തത്. അങ്ങനെ ആകുമ്പോഴോ ദ ഓഡിറ്റർ മസ്റ്റ് കൺസിഡർ SA600. ഓഡിറ്റർ എന്ത് ചെയ്യണം? SA600 കൺസിഡർ ചെയ്യണം യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ ആൻഡ് ഡിറ്റർമൈൻ ഹൗ മച്ച് റിലയൻസ് ടു പ്ലേസ് ഓൺ ദ അതർ ഓഡിറ്റേഴ്സ് വർക്ക്. അപ്പോൾ മറ്റ് ഓഡിറ്ററിൻ്റെ വർക്കിൽ നമുക്ക് എത്രമാത്രം റിലയൻസ് കൊടുക്കാൻ പറ്റും, എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ കമ്പോണൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഫ്രെയിം വർക്ക്. അപ്പോൾ ഓരോ കമ്പോണൻറ്റും വേറെ അക്കൗണ്ടിങ് എന്താ പറയുക ഫ്രെയിം വർക്കാണ് ഫോളോ ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് എ ഫോറിൻ സബ്സിഡറി US GAAP ഇൻസ്റ്റെഡ് ഓഫ് Ind AS അഡ്ജസ്റ്റ്മെൻറ്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ കൺസോൾട്ടേഷൻ. അപ്പോൾ കൺസോൾട്ടേഷൻ മുമ്പ് എന്ത് ചെയ്യണം? ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ഓക്കെ. ദെൻ കമ്പോണൻസ് ഓഡിറ്റ് പെർഫോംഡ് അണ്ടർ ഡിഫറെൻറ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ കമ്പോണൻസ് എന്താണ്? വേറെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരു ഫോറിൻ കമ്പനിയാണ്, അപ്പോൾ അവിടുത്തെ ഇത് വെച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ. സോറി, ഇഫ് എ സബ്സിഡറി ഈസ് എ ഓഡിറ്റർ അണ്ടർ US GAAP, അപ്പോൾ US GAAPൻ്റെ ബേസിലാണ് ഒരു സബ്സിഡറി ഓഡിറ്റ് ചെയ്തെങ്കിൽ വൈൽ ദ പാരൻറ്റ് ഫോളോ ഇന്ത്യൻ GAAP, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ നീഡഡ് ടു അലൈൻ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തണം. ദെൻ സം കമ്പോണൻസ് ആർ നോട്ട് ഓഡിറ്റഡ്. അപ്പോൾ ചില കമ്പോണൻസ് എന്ത് ചെയ്തിട്ടില്ല? ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇഫ് സം കമ്പോണൻസ് റിമെയിൻ അൺഓഡിറ്റഡ് ദ ഓഡിറ്റർ മസ്റ്റ് അസസ് ദർ ഇമ്പാക്ട് ഓൺ ദ ഓവറോൾ CFS. അപ്പോൾ CFSലുള്ള അവരുടെ ഓവറോൾ ഇമ്പാക്ട് എന്ത് ചെയ്യണം? ഓഡിറ്റർ അസസ് ചെയ്യണം. ആൻഡ് കൺസിഡർ മോഡിഫൈങ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഇഫ് നെസറി. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് മോഡിഫൈ ചെയ്യണോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ദെൻ വെൻ പാരൻറ്റ്സ് ഓഡിറ്റർ ഓഡിറ്റ് ഓൾ കമ്പോണൻസ്. അപ്പോൾ എപ്പോഴാണ് ഒരു പാരൻറ്റിൻ്റെ ഓഡിറ്റർ എല്ലാ കമ്പോണൻസും ഓഡിറ്റ് ചെയ്യുക? ഫസ്റ്റ്, റിപ്പോർട്ട് ഓൺ കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദ ഓഡിറ്റർ മസ്റ്റ് കൺഫേം ദാറ്റ് CFS ഫോളോ ദ റിലവൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ CFS എന്താണ്? റിലവൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി എന്താണ്? ഓഡിറ്റർ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യും? എല്ലാ കമ്പോണൻസും ഓഡിറ്റ് ചെയ്യും. സോ റിപ്പോർട്ട് ഓൺ കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എല്ലാ കമ്പോണൻസും പാരൻ്റ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യും. എക്സാമ്പിൾ, ഇഫ് Ind AS 1110 is applicable, the auditor must check its compliance. Then dealing with departure from standards. സ്റ്റാൻഡേർഡ്സിൽ നിന്നെങ്കിലും ഡിപ്പാർച്ചർ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ആർ ഡീവിയേഷൻസ്, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റർ മസ്റ്റ് ഫോളോ SA705 എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്ലോസ് ദ ഡീവിയേഷൻസ്. ആ ഡീവിയേഷൻ എന്താണ്? ഓഡിറ്റർ ഡിസ്ക്ലോസും ചെയ്യും. എക്സാമ്പിൾ, ഇഫ് എ സബ്സിഡറി ഡസ് നോട്ട് കൺസോൾഡേറ്റ് ഇറ്റ്സ് ജോയിൻറ്റ് വെഞ്ചർ പ്രോപ്പർലി. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണ്? പ്രോപ്പർലി കൺസോൾഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അക്കോർഡിംഗ് ടു 110 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ഹൈലൈറ്റഡ്. ആ കാര്യം ഹൈലൈറ്റ് ചെയ്യണം. ദെൻ ഒപ്പീനിയൻ ഓൺ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂവിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ ദ ഓഡിറ്റർ ഇഷ്യൂ എ റിപ്പോർട്ട് സ്റ്റേറ്റിംഗ് വെദർ ദ CFS ഫെയർലി റെപ്രസെൻറ്റ് ഗ്രൂപ്പ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഒരു CFS എന്താണ്? ഒരു ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിലൊരു ഫെയർ ആൻഡ് ട്രൂ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചാണ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഇഫ് ദ ഗ്രൂപ്പ് പ്രോഫിറ്റ് ഈസ് ഓവർ സ്റ്റേറ്റഡ് ഡ്യൂ ടു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്താണ്? ഒരു ഗ്രൂപ്പിൻ്റെ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. ദെൻ ഒപ്പീനിയൻ ഓൺ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയത് കേട്ടോ. ഇഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദ ഓഡിറ്റർ മസ്റ്റ് എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ ഇറ്റ്സ് ആക്യുറസി. അതിൻ്റെ ആക്യുറസിനെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ എന്താണ്? ഓഡിറ്റർ കൊടുക്കണം. എക്സാമ്പിൾ, ഇഫ് ഇൻട്രാ ഗ്രൂപ്പ് ക്യാഷ് ട്രാൻസ്ഫർ ആർ നോട്ട് എലിമിനേറ്റഡ്. അപ്പോൾ ഇൻട്രാ ഗ്രൂപ്പ് ക്യാഷ് ട്രാൻസ്ഫർ എലിമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് അഡ്ജസ്റ്റ് ചെയ്യണം.
ദെൻ വെൻ പാരൻസ് ഓഡിറ്റർ ഈസ് നോട്ട് ഓഡിറ്റർ ഓഫ് ഓൾ കമ്പനി. അപ്പോൾ എപ്പോഴാണ് ഒരു പാരൻ്റ് ഓഡിറ്റർ എല്ലാ കമ്പോണൻസിൻ്റെയും ഓഡിറ്റർ അല്ലാതെ നടക്കുക? ഫസ്റ്റ് എന്ന് വെച്ചാൽ റിഫറൻസ് ടു അതർ ഓഡിറ്റർ. അപ്പോൾ അതർ ഓഡിറ്റേഴ്സിന് റിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, മറ്റേ കമ്പോണൻസിൻ്റെ ഓഡിറ്റർ ഈ ഒരു പാരൻ്റ് ഓഡിറ്റർ ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. ഇഫ് അതർ ഓഡിറ്റേഴ്സ് ആർ ഇൻവോൾവ്, അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് ഡിസ്ക്ലോസ് ദ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ബൈ ദം. അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽസിൻ്റെ ഭാഗം എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡിസ്ക്ലോസ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ സബ്സിഡറി കോൺട്രിബ്യൂട്ട്സ് 10 crore ഇൻ റവന്യൂ ആൻഡ് ഓഡിറ്റഡ് ബൈ അനദർ ഓഡിറ്റർ, ദിസ് മസ്റ്റ് ബി മെൻഷൻഡ്. അപ്പോൾ സബ്സിഡറി എന്താണ്, 10 കോടി റവന്യൂ ഉണ്ട്, അത് ഓഡിറ്റ് ചെയ്ത് വേറെ ആളാണെങ്കിൽ പാരൻ്റ് ഓഡിറ്റർ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യണം. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് അൺമോഡിഫൈഡ് കമ്പോണൻറ്റ്. അൺഓഡിറ്റഡ് കമ്പോണൻസിൻ്റെ ഡിസ്ക്ലോഷർ. ഇഫ് സം കമ്പോണൻസ് റിമെയിൻസ് അൺഓഡിറ്റഡ്, ചിലത് അൺഓഡിറ്റഡ് ആയിരിക്കും. ദെൻ ദ ഇമ്പാക്ട് ഓഫ് ദ ടോട്ടൽ അസെറ്റ്, റവന്യൂ ആൻഡ് ക്യാഷ് ഫ്ലോ. അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്തിലേക്കുള്ള, ടോട്ടൽ അസെറ്റിൻ്റെ മോഡലുള്ള, റവന്യൂവിൻ്റെ മോഡലുള്ള, അതേമാതിരി തന്നെ ക്യാഷ് ഫ്ലോൻ്റെ മോഡലുള്ള എന്ത് ചെയ്യണം, അത് മസ്റ്റ് ബി അസസ്, അത് അസസ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് അൺഓഡിറ്റഡ് സബ്സിഡറി ഹോൾഡ് 5 crore അസെറ്റ്, 5 കോടി അസെറ്റ് ഹോൾഡ് ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യണം, ദിസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. ദെൻ ഡിവൈഡഡ് റെസ്പോൺസിബിലിറ്റീസ്. റിഫറൻസ് ടു അതർ ഓഡിറ്റേഴ്സ് ഡസ് നോട്ട് ക്വാളിഫൈ ദ ഒപ്പീനിയൻ ബട്ട് ഇൻഡിക്കേറ്റ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ്, നമ്മളൊരു അതർ ഓഡിറ്റേഴ്സിനെ റിഫർ ചെയ്യുന്നത് എന്താണ്, അതൊരു ക്വാളിഫൈ ചെയ്യല്ല, നമ്മളൊരു റിപ്പോർട്ട് ക്വാളിഫൈ ചെയ്യല്ല. അതെന്താ ചെയ്യുന്നത്, നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് എന്നുള്ള കാര്യം, ഒപ്പീനിയൻ ക്വാളിഫൈ ചെയ്യുന്നില്ല, നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഷെയർ ചെയ്ത് എന്നുള്ള കാര്യമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ, ഇഫ് എ ഫോറിൻ സബ്സിഡറി ഓഡിറ്റ് ഈസ് ഡൺ ബൈ ലോക്കൽ ഫേം, ഒരു ലോക്കൽ ഫേം ആണ് ഒരു ഫോറിൻ സബ്സിഡറിൻ്റെ ഓഡിറ്റ് ചെയ്തെങ്കിൽ ദ CFS ഓഡിറ്റർ ക്യാൻ റിഫർ ടു ഇറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഓഡിറ്റ് ഒപ്പീനിയൻ. ദെൻ വെൻ കമ്പോണൻറ്റ്സ് യൂസ് എസ് എ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് ആണെന്ത് മറ്റ് കമ്പോണൻറ്റ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കൺവേർഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺവേർട്ട് ചെയ്യണം. ദ പാരൻറ്റ് കമ്പനി കൺവേർട്ട് കമ്പോണൻറ്റ് ഫിനാൻഷ്യൽസ് ടു ഇറ്റ്സ് ഓൺ അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക്. അപ്പോൾ പാരൻറ്റ് കമ്പനി എന്താണ്, കമ്പോണൻസിൻ്റെ ഫിനാൻഷ്യൽസ് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഇതിലേക്ക് പാരൻറ്റിൻ്റെ അക്കൗണ്ടിങ് ഫ്രെയിംവർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. എക്സാമ്പിൾ, US സബ്സിഡറി യൂസിങ് US GAAP മസ്റ്റ് അഡ്ജസ്റ്റ് ഫിനാൻഷ്യൽ ടു ഇൻ ഡേയ്സ് ബിഫോർ കൺസോൾട്ടേഷൻ. ദെൻ ഗ്രൂപ്പ് അക്കൗണ്ടിങ് പോളിസീസ്. കമ്പോണൻസ് മേ ബി റിക്വയർഡ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽസ് അണ്ടർ പാരൻസ് അക്കൗണ്ടിങ് പോളിസി. അപ്പോൾ കമ്പോണൻസ് എന്ത് ചെയ്യണം, പാരൻസിൻ്റെ അക്കൗണ്ടിങ് പോളിസി പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഇഫ് ദ പാരൻറ്റ് ഫോളോസ് FIFO, പാരൻറ്റ് FIFOവും ഇൻവെൻട്രി ആണെങ്കിൽ, പക്ഷേ സബ്സിഡറി എന്താണ് LIFO ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, സബ്സിഡറി അഡ്ജസ്റ്റ് ചെയ്യണം, FIFOയിലേക്ക് മാറണം. ദെൻ ഓഡിറ്റേഴ്സ് റോൾ ഇൻ റിവ്യൂയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓഡിറ്റർ എന്താണ് ഈ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും റിവ്യൂ ചെയ്യണം, കറൻറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ്. ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മസ്റ്റ് വെരിഫൈ ദ ആക്യുറസി ഓഫ് കൺവേർഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ആക്യുറസി എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. എക്സാമിന് ഫോറിൻ കറൻസി ഐറ്റംസ് ആർ റീവാല്യൂഡ്. ഫോറിൻ കറൻസി ഐറ്റംസ് റീവാല്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം ഡ്യൂറിങ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. ആൻഡ് അതേമാതിരി തന്നെ ഓഡിറ്റർ ചെക്ക് ഇഫ് ദ മെത്തേഡ് ഈസ് കറക്റ്റ്, അവർ യൂസ് ചെയ്ത മെത്തേഡ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം കൂടി നോക്കണം. ദെൻ വെൻ കമ്പോണൻസ് ഓഡിറ്റ് ഫോളോ എ ഡിഫറെൻറ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്താണ്, കമ്പോണൻസിൻ്റെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കൺസിസ്റ്റൻസി ഇൻ ഓഡിറ്റിംഗ് ഫ്രെയിംവർക്ക്. ഐഡിയലി ഓൾ കമ്പോണൻസ് ഷുഡ് ബി ഓഡിറ്റഡ് അണ്ടർ ദ സെയിം ഫ്രെയിംവർക്ക്. ഒരേ ഫ്രെയിംവർക്കിൽ വേണം എന്താണ് എല്ലാ കമ്പോണൻസും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ് മാറാൻ പാടില്ല. ഇഫ് ദ പാരൻറ്റ് ഫോളോ ഇന്ത്യൻ ഗ്യാപ്പ് ആട്ടോ ഗ്യാപ്പ് അല്ല, അതാണ് ജനറലി അക്കൗണ്ട് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് സബ്സിഡറി ഫോളോസ് IFRS ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അത് രണ്ടും അലൈൻ ചെയ്യണം, അലൈൻമെൻറ്റ് ഈസ് റിക്വയർഡ്. ദെൻ റിലയബിലിറ്റി ഓഫ് അതർ ഓഡിറ്റ്. ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ അസസ് വെദർ ഓഡിറ്റ്സ് പെർഫോംഡ് അണ്ടർ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ അക്സെപ്റ്റബിൾ. അപ്പോൾ മറ്റ് സ്റ്റാൻഡേർഡിൽ നമ്മളൊരു ഓഡിറ്റ് ചെയ്തു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ ഈ കേസ് തന്നെ ഇപ്പോൾ എന്താണ്, പാരൻ്റ് എൻറ്റിറ്റി ഇന്ത്യൻ ഗ്യാസിലും അതേമാതിരി തന്നെ മറ്റേ സബ്സിഡറി എന്താണ് IFRS ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിലാണ് ഓഡിറ്റ് ചെയ്തെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. Example, if a foreign subsidiary audited under PCAOB standard, the principal auditor must evaluate its reliability for India's consolidation. Then
വെൻ സം കമ്പോണൻസ് ആർ നോട്ട് ഓഡിറ്റ്. അപ്പോൾ ചില കമ്പോണൻസ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചില കമ്പോണൻസ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യണം. ദ ഓഡിറ്റർ മസ്റ്റ് അസസ് ദ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് അൺഓഡിറ്റഡ് കമ്പോണൻസ് ഇൻ CFS. CFSൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്? എക്സാമ്പിൾ, ഇഫ് ആൻ അൺഓഡിറ്റഡ് സബ്സിഡറി കോൺട്രിബ്യൂട്ട് 30% ഓഫ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ റവന്യൂ 30% അൺഓഡിറ്റഡ് സബ്സിഡറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ദിസ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് മസ്റ്റ് ബി കൺസിഡർഡ്. ഈ ഒരു കാര്യം സിഗ്നിഫിക്കൻ്റ് ആണ്, അതേമാതിരി തന്നെ അത് കൺസിഡറും ചെയ്യണം. ദെൻ പോസിബിൾ മോഡിഫിക്കേഷൻ ഓഫ് ഒപ്പീനിയൻ. ചിലപ്പോൾ നമ്മൾ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അൺഓഡിറ്റഡ് കമ്പോണൻസ് ആർ മെറ്റീരിയൽ, അത് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ ഓഡിറ്റർ മേ മോഡിഫൈ ദ ഓഡിറ്റ് ഒപ്പീനിയൻ ആസ് പെർ SA 705. അപ്പോൾ SA 705 പ്രകാരം ഓഡിറ്റർ അത് മോഡിഫൈ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ, ഇഫ് ദ പാരൻറ്റ് കമ്പനി റിലൈസ് ഓൺ ദ അൺഓഡിറ്റഡ് സബ്സിഡറി പ്രോഫിറ്റ്. അപ്പോൾ അൺഓഡിറ്റ് ചെയ്തിട്ടുള്ള സബ്സിഡറിൻ്റെ പ്രോഫിറ്റിലാണ് പാരൻറ്റ് കമ്പനി റിലൈ ചെയ്യുന്നതെങ്കിൽ ദ ഓഡിറ്റർ മേ ഇഷ്യൂ എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. കാരണം എന്താണ്? അത് ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ട്, കാരണം അത് മെറ്റീരിയലാണ്. Then guidance from SA 705. The auditor must use SA 705 to determine the type of modification needed. അപ്പോൾ ഏത് ടൈപ്പാണ് വേണ്ടത്? ക്വാളിഫൈഡ് ആണോ, അഡ്വേഴ്സ് ആണോ, അല്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ആണോ? ഏത് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണ് വേണ്ടത്? ഈ ഒരു കേസ് വരികയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ള കാര്യം SA 705 പ്രകാരം അതിൻ്റെ ഗൈഡൻസ് പ്രകാരം എന്ത് ചെയ്യണം? ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യണം. അത് നമുക്ക് 705ലെ ഗൈഡൻസ് നമുക്ക് എന്താണ് ചാപ്റ്റർ 7ൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. ഇഫ് എ സബ്സിഡറീസ് ഫിനാൻഷ്യൽസ് ആർ അൺറിലയബിൾ, അത് റിലൈ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓഡിറ്റ് ദ അഡ്വേഴ്സ് ഒപ്പീനിയൻ മേ ബി നെസസറി. അപ്പോൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് വേണ്ടത്. നോട്ട്, ദ ഓഡിറ്റർ മസ്റ്റ് കെയർഫുള്ളി ഇവാലുവേറ്റ് ഓൾ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് അപ്ലിക്കബിൾ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഓഡിറ്റർ കെയർഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എല്ലാ ആസ്പെക്ട്സും റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ റിലേറ്റഡ് ആയതും അതേമാതിരി തന്നെ CFSൻ്റെ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും എന്ത് ചെയ്യണം? ഓഡിറ്റർ കെയർഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? എൻഷുർ അപ്ലിക്കബിൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ചാപ്റ്റർ 13 നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ നോക്കാനുള്ളത് എത്രയാണ് ചാപ്റ്റേഴ്സാണ്? നമുക്കിനി 6 ചാപ്റ്റേഴ്സും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഇനി അടുത്ത ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്ററാണ്, 2 യൂണിറ്റ് പ്രകാരമാണ് ഉള്ളത്. സോ അടുത്ത ചാപ്റ്റർ ഉണ്ട്, 14 ഉണ്ട്. അത് കഴിഞ്ഞാൽ 14 കൂടി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആക്കും. നെക്സ്റ്റ് ചാപ്റ്ററോടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ചാപ്റ്റർ 15, 16, 17, 18 ആൻഡ് ലാസ്റ്റ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ചാപ്റ്ററായ ചാപ്റ്റർ 19 നമ്മൾ എന്താണ് കവർ ചെയ്യും. സോ അതോടെ നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ടോട്ടൽ ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളതോടെ കംപ്ലീറ്റ് ആവും. ഞാൻ വിചാരിക്കുന്നത് ഫെബ്രുവരി ഒരു 28, 22, ഇന്ന് ഡേറ്റ് 11 അപ്പോൾ ഒരു 25 തന്നെ ഓഡിറ്റിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർച്ചിൽ നമുക്ക് റിവിഷൻ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. റിവിഷനുള്ള ഷോർട്ടായിട്ടുള്ള റിവിഷൻസ് നമുക്ക് വെക്കാം. അതേമാതിരി തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമുക്ക് കവർ ചെയ്യാം. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം.